ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇനി ആമുഖ വാക്കുകൾ കൂടാതെ ദൈവവചന ചിന്തയിലേക്ക് കടക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നു. നമ്മുടെ രക്ഷ, ക്രിസ്തീയ ജീവിതം, ഈ രണ്ട് മേഖലകളാണ് പ്രധാനമായിട്ടും നമ്മൾ തെരഞ്ഞെടുത്ത് ഈ മാസങ്ങളിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം രക്ഷ എന്നുള്ള വിഷയത്തിലാണ് നാം നിൽക്കുന്നത്, സൽവേഷൻ. ആമേൻ. എനിക്ക് ഇന്ന് നമ്മുടെ ടെക്നോളജി പാസ്റ്റർ, ടെക്നിക്കൽ ഹെഡ്, ആമേൻ, ടെക് പാസ്റ്റർ മെസ്സേജ് ഇട്ടു, ഈ സാൽവേഷന്റെ ഗ്രീക്ക് വാക്കുകൾ കൂടെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ വാസ്തവത്തിൽ ഗ്രീക്ക് പദങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടായാലോ എന്ന് ചിന്തിച്ചിട്ടാണ് ആമേൻ ഞാൻ ആ വാക്കുകൾ പറയാതിരുന്നത്. എന്നാൽ ബൈബിളിൽ രക്ഷയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന വിവിധ ആശയങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ആമേൻ, അത് നമ്മുടെ ആത്മാവിന്റെ രക്ഷ മാത്രമല്ല രക്ഷ എന്ന ആശയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അനർത്ഥത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഒക്കെയുള്ള രക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആത്മാവിന്റെ രക്ഷയോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തുവിലൂടെയുള്ള, യേശുവിലൂടെ മാത്രം സാധ്യമാകുന്ന, ലഭ്യമാകുന്ന, നൽകപ്പെട്ടിരിക്കുന്ന ആ രക്ഷ. ആമേൻ. ഇനി ഞാൻ ഒരുപക്ഷെ ഇടയ്ക്കെപ്പോഴെങ്കിലും സോറ്റീരിയോൺ, സോറ്റീരിയോളജി എന്നിത്യാദി വാക്കുകളൊക്കെ വന്നതും അതിന്റെ അർത്ഥവിശാലതയൊക്കെ ഇടയ്ക്കെപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് കേൾക്കാം. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. എനിവേ, നമുക്ക് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുകയാണ്. ആമേൻ. ഇന്നത്തെ രക്ഷ എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ ആമേൻ കടന്നു വരുമ്പോഴേക്കും നമുക്ക് ചിന്തിക്കുവാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്, പ്രൈസ് ലോർഡ്, മാനസാന്തരം എന്ന വിഷയമാണ്. നമ്മുടെ അഞ്ചാമത്തെ ഈ രക്ഷ എന്നുള്ള വിഷയത്തിൽ, സാൽവേഷൻ എന്ന വിഷയത്തിലെ അഞ്ചാമത്തെ അധ്യായമെന്നോ അഞ്ചാമത്തെ ഈ പാക്കേജിനകത്തെ അഞ്ചാമത്തെ പാക്കറ്റ് എന്നോ ഒക്കെ പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ അഞ്ചാമത്തെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയാൻ കഴിയുന്ന എന്നാണ് മാനസാന്തരം. ക്രമം നോക്കിക്കഴിഞ്ഞാൽ ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ ആദ്യമേ തന്നെ വരുന്ന ഒരു മേഖലയാണ് മാനസാന്തരം. ആദ്യമേ തന്നെ ഉണ്ടാകുന്ന ഒന്നാണ് മാനസാന്തരം എന്ന് പറയുന്നത്. രക്ഷയോടുള്ള ബന്ധത്തിലെ ഒരു ക്രമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാറ്റിനും മുൻപേ ആദ്യം ഉണ്ടാകേണ്ടത് മാനസാന്തരമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ വിഷയത്തെ കുറച്ച് ബാക്കി പ്രധാനപ്പെട്ട, ഇത് പ്രധാനമുള്ളതല്ല എന്നല്ല, പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് കുറച്ചുകൂടെ ഊന്നൽ കൊടുക്കാൻ തുടക്കത്തിൽ നീതീകരണം പോലുള്ള വിഷയങ്ങൾ ആദ്യമേ കൊണ്ടുവരുവാനിടയായി. അതിന്റെ അർത്ഥം ക്രമം, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ അതിലെ ആ ഒരു ക്രമം വെച്ചല്ല പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ രക്ഷ എന്നുള്ള വിഷയത്തിന്റെ ആ ക്രമത്തിന്റെ അടിസ്ഥാനത്തിലല്ല പോകുന്നത്. ബൈബിളിൽ പലതും ക്രോണോളജി ഓർഡറിലല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രോണോളജിക്കൽ ഓർഡറിലല്ല. അപ്പൊ നമുക്കും വിഷയങ്ങൾക്ക് ചില വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി പഠിക്കാനായിട്ട് കഴിയുന്നത് അനുഗ്രഹമാണ്. ഓക്കെ, നമുക്ക് ഈ വിഷയത്തിന്റെ മുഖവുരയിലേക്ക് പ്രവേശിക്കാം. വേദപുസ്തകത്തിൽ കാണുന്ന, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന മാനസാന്തരം എന്ന വിഷയത്തിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. ദർസ് ആൻ ഓൾഡ് ടെസ്റ്റമെന്റ് ബാക്ക്ഗ്രൗണ്ട്. ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്. യഹൂദ മതത്തിന്റെ ഒരു ഉപവിഭാഗമായിട്ടാണ് ആദ്യകാലത്ത് ക്രിസ്ത്യാനിത്വത്തെ ലോകം തെറ്റിദ്ധരിച്ചത്. എന്നാൽ ക്രിസ്ത്യാനിത്വത്തിന് അടിത്തറയൊരുക്കിയത്, മതപരമായ അടിത്തറയൊരുക്കിയത്, അതുപോലെ സാംസ്കാരികമായ പശ്ചാത്തലമൊക്കെ കിടക്കുന്നത് യഹൂദ മതത്തിലാണ്, യഹൂദന്മാരുടെ ഇടയിലാണ്. അതുകൊണ്ട് യഹൂദ മതത്തിന്റെ വിഷയങ്ങൾ, അതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ഗ്രഹിക്കാതെയും പുതിയ നിയമത്തിലെ കാര്യങ്ങൾ നമുക്ക് സമഗ്രമായി പഠിക്കാനായിട്ട് കഴിയത്തില്ല. പഴയ നിയമം വേണ്ട എന്നൊക്കെ പറയുന്നിടത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. പഴയ നിയമത്തിന്റെ പശ്ചാത്തലം, ആ ക്യാൻവാസ് ഇല്ലാതെ പുതിയ നിയമത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മാനസാന്തരം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു പഴയ നിയമ പശ്ചാത്തലം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇസ്രായേൽ ജനതയോട് ദൈവം ഇടപെടുമ്പോൾ അവരുടെ പാപങ്ങൾ ഏറ്റുപറയണമെന്ന് ദൈവം കൽപ്പന കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് യാഗമർപ്പിക്കാൻ വരുമ്പോൾ അവർ പാപങ്ങൾ ഏറ്റുപറയണമായിരുന്നു. പുരോഹിതന്റെ അടുക്കൽ വന്ന് പാപങ്ങൾ ഏറ്റുപറയണം. പുരോഹിതൻ ആ പാപങ്ങളെ യാഗമൃഗത്തിന്റെ തലയിൽ കൈവച്ച് ആ പാപത്തെ ആ യാഗമൃഗത്തിന്റെ മേൽ ചുമത്താനിടയാകും. ഈ വ്യക്തിക്ക് വേണ്ടി ഒരു യാഗമൃഗത്തെ യാഗമർപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ ഈ വ്യക്തി ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം ഈ യാഗമൃഗത്തിന്റെ തലയിൽ ചുമത്തും. ചിലതൊക്കെ പുരോഹിതൻ ഏറ്റുപറയും. ഈ വ്യക്തിക്ക് വേണ്ടി ഈ വ്യക്തി പറയുന്നത് പുരോഹിതൻ ചിലതൊക്കെ ഏറ്റുപറയും.
എല്ലാം ഏറ്റു പറയാനുള്ള സമയവും സന്ദർഭമൊന്നും കിട്ടത്തില്ലല്ലോ. ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ടത് പുരോഹിതൻ പറയും അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം. എന്നാൽ ഈ വ്യക്തി തന്റെ പാപങ്ങളെ മുഴുവൻ ഏറ്റു പറഞ്ഞ് ഈ മൃഗത്തിന്മേൽ ചുമത്തണം. അതായിരുന്നു ദൈവം കൽപ്പന നൽകിയത്. അങ്ങനെ തന്റെ പാപങ്ങൾ മുഴുവനും ചുമത്തപ്പെട്ട മൃഗം, ഞാൻ ഈ തീ ദൈവത്തിന്റെ ക്രോധത്തിന്, ദൈവത്തിന്റെ ജഡ്ജ്മെന്റിന്, ഇറ്റ് റിപ്രസെന്റ്സ് ദ റാത്ത് ഓഫ് ഗാഡ്, ദ ജഡ്ജ്മെന്റ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ന്യായവിധിക്ക് നിഴലായാണ് യാഗപീഠത്തിലെ തീ നിൽക്കുന്നത്. ഈ യാഗപീഠത്തിലെ തീയിൽ എന്റെ പാപത്തിന് ഞാൻ ഈ തീയിൽ വെന്ത് ചാരമായി മാറേണ്ടതിന് പകരം, എനിക്ക് പകരം ഈ മൃഗം ഇവിടെ യാഗമാക്കപ്പെടുകയാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലം മാനസാന്തരത്തോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താണെന്നറിയാവോ? പലരും ഇതിനെ ഒരു ലൈസൻസ് ആയിട്ട് എടുത്തു. ഇന്നും പുതിയ നിയമത്തിലും ചില ആൾക്കാർ അങ്ങനെ വാദിക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് കന്നന്തിരിവ് കാണിച്ചാലും കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് അങ്ങ് ഏറ്റു പറഞ്ഞാൽ മതിയല്ലോ, ക്ഷമ ചോദിച്ചാൽ മതിയല്ലോ. മനസ്സിലായില്ലേ? പ്രൈസ് ദി ലോർഡ്. ചില പിള്ളേർക്കൊരു ഒരു ചിന്തയുണ്ട്. കുസൃത്തരമൊക്കെ കാണിച്ചിട്ട് പപ്പയോട് ചെന്ന്, അമ്മയോട് ചെന്ന്, ഞാൻ വീണ്ടും അത് തന്നെ ചെയ്തു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞൊന്ന് കരഞ്ഞൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ പപ്പയും അമ്മയൊക്കെ അങ്ങ് ക്ഷമിച്ചോളും എന്ന് മുതലെടുക്കുന്ന പിള്ളേരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ കൺഫെഷൻ ഇതുപോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടം പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് അതിന്റെ കുറച്ചുകൂടെ ദൈവശാസ്ത്ര വിഷയങ്ങളിലേക്ക് പുറകെ നമ്മൾ കടക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവർ ഈ യാഗമർപ്പിക്കുമ്പോൾ പാപം ഏറ്റുപറയും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? യാഗമർപ്പിച്ച് കഴിഞ്ഞിട്ട് പുറത്തു വന്നിട്ട് വീണ്ടും അത് തന്നെ ചെയ്യും. മിക്കവാറും എല്ലാ മതങ്ങളിലും ഇന്നും നിലനിൽക്കുന്ന ഒരു പ്രധാന രീതി ഇത് തന്നെയാണ്. പാപമോചനത്തെക്കുറിച്ച്, പാപം ഏറ്റുപറയുന്നതിനെ കുറിച്ച്, പാപ പരിഹാരത്തെക്കുറിച്ച് എന്തുമായിക്കൊള്ളട്ടെ. ചിലർ പറയും പാപത്തിന് പരിഹാരമായിട്ട് പുണ്യതീർത്ഥത്തിൽ പോയി കഴുകിയാൽ മതി, നദിയിൽ പോയി, അല്ലെങ്കിൽ കുറച്ച് നന്മ പ്രവൃത്തി ചെയ്താൽ മതി, കുറച്ച് ആൾക്കാരെ സഹായിച്ചാൽ മതി, ഈ കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊക്കെ പല മതങ്ങളുടെ ഐഡിയോളജിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലൈസൻസ് ആണ്. പാപം ഏറ്റുപറഞ്ഞിട്ട് പുറത്തു വന്ന് വീണ്ടും പാപം ചെയ്യുക എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ മനസാക്ഷി പാപത്തോടുള്ള ബന്ധത്തിൽ മരവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ അവർക്ക് മടിയില്ല. ഇങ്ങനൊരു പശ്ചാത്തലം പഴയ നിയമത്തിൽ ഉണ്ടായി. അത് ദൈവത്തിന്റെ കുഴപ്പമല്ല. ജനം അങ്ങനെ അതിനെ ആ രീതിയിൽ വളച്ച് കെട്ടിയെടുത്തതാണ്. അങ്ങനൊരു അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ശീലത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണ്. അല്ല, ദൈവം പറഞ്ഞതല്ല. മേലാൽ പാപം ചെയ്യരുതെന്ന് തന്നെയാണ് ദൈവത്തിന്റെ ആവശ്യം. പക്ഷേ പാപബോധം വരാൻ വേണ്ടി നൽകിയ ഈ യാഗങ്ങൾ, അവർക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്താൻ വേണ്ടി നൽകിയ ന്യായപ്രമാണം, ഇതെല്ലാം പാപപരിഹാരം അതിലൂടെ, ആ കർമ്മത്തിലൂടെ, ആ യാഗത്തിലൂടെ നടന്നു കഴിഞ്ഞു. ഇനി വീണ്ടും പോയി പാപം ചെയ്യാം, വീണ്ടും വന്ന് യാഗം കഴിച്ചാൽ മതി എന്നൊരു കാഴ്ചപ്പാടിലേക്ക് അവർ എത്തിച്ചേരാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണാം. അങ്ങനെ ഒരു ചരിത്ര പശ്ചാത്തലം ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത് ഇങ്ങനെ വീണ്ടും യാഗമർപ്പിച്ച് പാപത്തിന് പരിഹാരം കണ്ടെത്താൻ, വീണ്ടും പോയി പാപം ചെയ്ത് വീണ്ടും വന്ന് യാഗമർപ്പിക്കാൻ ഒരു ലൈസൻസ് ആയിട്ടല്ല പുതിയ നിയമത്തിൽ മാനസാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. മാനസാന്തരം പുതിയ നിയമം വളരെ വ്യക്തമായിട്ട് ഈ ഒരു ജനത്തിന്റെ പശ്ചാത്തലമൊക്കെ മനസ്സിലാക്കിയിട്ട് അപ്പോസ്തലന്മാരിലൂടെ, കർത്താവിലൂടെ, ദൈവത്തിന്റെ സമ്പൂർണവും അന്തിമവുമായ വെളിപ്പാടാണ് ക്രിസ്തു. ആ ക്രിസ്തുവിലൂടെ ദൈവം തന്റെ അപ്പോസ്തലന്മാരുടെ ഒക്കെ ദൈവം ലോകത്തെ ബോധ്യപ്പെടുത്തി. മാനസാന്തരം എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരുന്നതാണ്. പാപങ്ങൾ വിട്ട് ദൈവത്തിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിട്ടതിലേക്ക് പിന്നെയും പോകാൻ കഴിയുകയില്ല, ഉപേക്ഷിച്ചതിലേക്ക് പിന്നെയും തിരിഞ്ഞു നോക്കാൻ കഴിയുകയില്ല. ദൈവത്തിലേക്ക് തിരിയുന്നതാണ് പുതിയ നിയമത്തിൽ കാണുന്ന മാനസാന്തരം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 20:21 ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ അത്യാവശ്യമുള്ള വാക്യങ്ങൾ മാത്രമേ വായിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് റമിയാന്റെ ടെൻഷനൊന്നും ആകണ്ട. പ്രൈസ് ദി ലോർഡ്. കൂളായിട്ട് ഇരുന്നാൽ മതി. വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി ടൈം എടുക്കാനുള്ള ടൈം ഞാൻ തരാം. പ്രൈസ് ദി ലോർഡ്. കാരണം എനിക്ക് നാളെയും നിങ്ങളെ കാണാനുള്ളതും നിങ്ങൾക്ക് നാളെയും എന്നെ കാണാനുള്ളതും ആണല്ലോ. റമിയാന്റെ ഇല്ലേ? ഉണ്ട്. ഓക്കെ. ജോണങ്ങൾ ഒരുമിച്ചിരിക്കുന്ന ഇപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചത്, നേരത്തെ കണ്ടായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ
മാനസാന്തരത്തിന്, ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഈ മാനസാന്തരത്തിന് ഒരു പേര് കൂടെ അപ്പോസ്തലപ്രവൃത്തിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. 11:18 ജീവനിലേക്ക് മാനസാന്തരപ്പെടുക. ജീവനിലേക്ക്, അഥവാ ദൈവം തന്നെ ജീവനാണ്, അല്ലെ? ഗോഡ് ഈസ് ലൈഫ്. നമുക്ക് ഗോഡ് ഈസ് ലവ് എന്ന് മാത്രമേ പലർക്കും അറിയാവൂ. ഇല്ല, ഗോഡ് ഈസ് ലൈഫ് ടു. ദൈവം ജീവനും കൂടെയാണ്. ജീവന്റെ ഉറവിടമാണ്, ജീവനാണ്, ജീവദാതാവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഗോഡ് ഈസ് the life giver and also the source of life. ജീവൻ, ഈ പ്രപഞ്ചത്തിന്റെ ജീവന്റെ ഉൽപ്പത്തി മുഴുവനും ദൈവത്തിലാണ്. ആൻഡ് ഈ ലൈഫ് ഗിവർ എന്ന് പറയുമ്പോൾ, ജീവദാതാവ് എന്ന് പറയുമ്പോൾ രക്ഷയുള്ള ബന്ധത്തിൽ ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ നൽകുന്നവൻ എന്ന ആശയത്തിൽ വേണം മനസ്സിലാക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നതിന് അപ്പോസ്തലപ്രവൃത്തിയിൽ മറ്റൊരു പദം ഉപയോഗിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുന്ന വ്യക്തി ജീവനിലേക്ക് തിരിയുകയാണ്. ഹല്ലേലൂയ. അപ്പൊ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എവിടെ കിടക്കയാ? മരിച്ചു കിടക്കയാ, ശവക്കുഴി കിടക്കയാണെന്ന അർത്ഥം. ആമേൻ. ആത്മീയ ഭാഷയിലാ പറയുന്നത് കേട്ടോ. ആരും ദുർഗന്ധം വരുന്നോന്നും നോക്കരുത്, ചുറ്റുമൊന്നും മണപ്പിച്ചൊന്നും നോക്കണ്ട, ആ ആശയത്തിലല്ല. ഹല്ലേലൂയ. ആത്മീയമായി മരിച്ചു കിടക്കുകയാണ് മാനസാന്തരപ്പെടാത്ത വ്യക്തി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി നമ്മൾ രക്ഷയെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മാനസാന്തരത്തിന്റെ ഫലം, അതിന്റെ റിസൾട്ട്സ് ഡീറ്റെയിൽ ആയി നമ്മൾ പിന്നാലെ പഠിക്കുന്നുണ്ട്. എങ്കിലും അതിന്റെ എല്ലാ റിസൾട്ട്സും കൂടെ ചേർത്ത് ആകത്തുക, അല്ലെങ്കിൽ അതിന്റെ ആ മാനസാന്തരത്തിന്റെ ഏറ്റവും ഉന്നതമായ ഫലം എന്ന് പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് റിസൾട്ട് ഓഫ് റിപ്പന്റൻസ് ഈസ് സാൽവേഷൻ. രക്ഷ ആണ്, രക്ഷ. ഹല്ലേലൂയ. ഇവിടെ 7:10 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾക്ക് എൻ്റെ പ്രസംഗമൊക്കെ കേട്ടപ്പോ, പ്രസംഗം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതി അയച്ച കത്ത്, ആദ്യത്തെ ലേഖനം, കൊരിന്ത്യ ലേഖനം ആദ്യത്തേത്, രണ്ടാമത്തേതും 1-2 നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വേറെ ഒരു ലേഖനം കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഏതായാലും അദ്ദേഹം വളരെ കർക്കശ മനോഭാവത്തോടുകൂടെ അല്പ പരുഷമായ വാക്ക് ഉപയോഗിച്ച്, പൗലോസ് അപ്പോസ്തലന്റെ കാർക്കശ്യവും വിശ്വാസികളോട് അദ്ദേഹം എപ്പോഴും കൂളായിട്ടൊന്നും അല്ല സംസാരിച്ചത് എന്നൊക്കെ തെളിയിക്കുന്ന 2 ലേഖനങ്ങളാണ് ഗലാത്യ ലേഖനവും കൊരിന്ത്യ ലേഖനവും. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കെങ്ങാനും ഞാൻ സഭായോഗത്തിന് പറഞ്ഞാൽ മെയ് വരെ ഒന്നും കാത്തു നിൽക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ആമേൻ. അതിനു മുൻപേ സ്ഥലം വിട്ടോളാൻ പറയും. ആ രീതിയിലുള്ള പദമാണ് ഗലാത്യ ലേഖനത്തിൽ ഉപയോഗിച്ചത്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യു ഫൂൾ എന്നൊക്കെ യേശു പറഞ്ഞ് മൂടാന്ന് വിളിച്ചാൽ നരകത്തിന് യോഗ്യം. പക്ഷെ വിളിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ആ രീതിയിലാണ് ഗലാത്യയിലെ വിശ്വാസികളുടെ സ്ഥിതി. അപ്പൊ അദ്ദേഹം വിളിച്ചു പോവുകയാണ്. ഞാൻ ഓർപ്പിച്ചത്, അപ്പൊ കർക്കശ വാക്കുകളുള്ള ലേഖനങ്ങളാണ് ഗലാത്യ ലേഖനവും കൊരിന്ത്യ ലേഖനവും. കൊരിന്ത്യ ലേഖനത്തിൽ വരുമ്പോൾ അവരുടെ പാപത്തിനെതിരെ തുറന്നടിക്കുകയാണ്. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം മുതൽ ആദ്യമേ വാസ്തവത്തിലെ ലേഖനം തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ മനോഹരമായ, ഇത്രയും സോഫ്റ്റ് ആയിട്ട്, ഇത്രയും ബ്രെഡ് ആൻഡ് ബട്ടർ എന്നതുപോലെയാണ് ആരംഭിക്കുന്നത്. കൊരിന്തിലെ വിശുദ്ധന്മാരെ എന്നൊക്കെ വിളിച്ചാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ കർത്താവ് വന്നാൽ റെഡി ആയിരിക്കുകയാണ് എന്ന രീതിയിലാണ്. പക്ഷേ ആദ്യത്തെ അധ്യായം അങ്ങോട്ട് പുരോഗമിച്ചു വരുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് അവതരിപ്പിക്കുക. നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ക്ലോബയുടെ ആൾക്കാരാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. അപ്പൊ അന്നും പൗലോസ് അപ്പോസ്തലന് ഏജന്റുമാരുണ്ടായിരുന്നു ഓരോ പ്രദേശത്തും, സ്പൈ വർക്ക് ചെയ്യാനായിട്ട്, റിപ്പോർട്ട് കൊടുക്കാനായിട്ട്. ആമേൻ. അപ്പോ അവര് അറിയിപ്പ് കൊടുത്തു, ഇവിടെ ഭയങ്കര ഗ്രൂപ്പിസമാണ്, ഭിന്നതയാണ്, വേറൊന്നുമല്ല, നമുക്ക് കേട്ടാൽ കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നുന്നതല്ല. ചിലർ പറയാം ഞങ്ങൾ പത്രോസിന്റെ ഗ്രൂപ്പുകാരാണ്, ഞങ്ങള് അപ്പല്ലോസിന്റെ ഗ്രൂപ്പുകാരാണ്. അങ്ങനെ കുറച്ചു പേർക്ക് പത്രോസിനെ ഭയങ്കര ഇഷ്ടമാണ്, കുറച്ചു പേർക്ക് അപ്പല്ലോസിനെ ഭയങ്കര ഇഷ്ടമാണ്, കുറച്ചു പേർക്ക് പൗലോസിനെ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ കുറച്ചു പേര് ഞങ്ങൾ ആരുടെയും പക്ഷത്തല്ല, ഞാൻ കർത്താവിന്റെ പക്ഷത്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പക്ഷം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ജവഹർലാൽ നെഹ്റുവിന്റെ ചേരിചേരാ നയം എന്ന് പറയുന്നത്, നമ്മള് അമേരിക്കൻ ചേരിയിലുമില്ല, റഷ്യൻ ചേരിയിലുമില്ല, രണ്ടിന്റെ ഇടയ്ക്ക് ചേരിചേരാ നയം എന്ന് പറഞ്ഞതുപോലത്തെ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ ഇങ്ങനെ ഒന്നൊന്നായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു വരികയാണ്. ഇപ്പൊ രണ്ടാമത്തെ ലേഖനം, നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന രണ്ടാമത്തെ ലേഖനം വരുമ്പോൾ
പൗലോസ് അപ്പോസ്തലന് നേരത്തെ കിട്ടിയത് ഇവരെ കുറിച്ചുള്ള കുറ്റവും കുറവുകളും ഒക്കെയാണ്. ഇപ്പൊ ഇവർക്ക് വലിയ ദുഃഖമുണ്ടായി, അനുതാപമുണ്ടായി, ഇവർ കരഞ്ഞു, ഇവർ അവരുടെ ഇടയിൽ ഒരു ശുദ്ധീകരണം നടത്തി, ചിലരോട് ചിലരെ ഡിസിപ്ലിൻ ചെയ്തു, ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു. അതിന്റെയൊക്കെ ഫലമായിട്ട് സഭയ്ക്കകത്തൊരു ശുദ്ധീകരണം നടന്നു. ശരിയായ ആത്മീയ തലം എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അന്യഭാഷ പറഞ്ഞ് അതുപോലുള്ള ഈ പുറമെ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് തീർച്ചയായിട്ടും. 1 കൊരിന്ത്യർ 13, 14, 12, 13, 14 അധ്യായങ്ങളിൽ ആ കൃപാവരങ്ങളുടെ പ്രാധാന്യമൊക്കെ അടിവരയിട്ട് ഊന്നിപ്പറയുകയാണ്. പക്ഷെ പ്രശ്നം ഇങ്ങനെ കാണുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ. അദൃശ്യമായ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ, മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ, കുടുംബ ജീവിതത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, സഭയ്ക്കകത്തെ വിശ്വാസികൾ തമ്മിലുള്ള ഇടപെടലുകളിൽ ഒക്കെ നിങ്ങൾക്ക് മാറ്റമുണ്ടായേ പറ്റൂ, രൂപാന്തരമുണ്ടായേ പറ്റൂ. മാനസാന്തരപ്പെട്ടെങ്കിൽ അത് ഈ മേഖലയിലെല്ലാം വെളിപ്പെട്ടു വന്നേ മതിയാകെയുള്ളൂ എന്ന് പൗലോസ് അപ്പോസ്തലൻ അവരെ കർക്കശമായി ഉപദേശിച്ചതിന്റെ കൂടെ ഫലമായിട്ട് എന്താ സംഭവിച്ചെന്നറിയാവോ? അവരിൽ വലിയ ദുഃഖമുണ്ടായി, അനുതാപമുണ്ടായി, കരച്ചിലുണ്ടായി. അവർ വല്ലാതെ വേദനിച്ചു. അപ്പോസ്തലൻ ഇങ്ങനെ അവരെ പറഞ്ഞു എന്നല്ല അവർ വേദനിച്ചത്. അദ്ദേഹത്തിന് അത് പറയാനുള്ള അധികാരമുണ്ട്. ക്രിസ്തുവിൽ അവരെ ജനിപ്പിച്ചതിനെ ചിലരെയെങ്കിലും ഒക്കെ സ്നാനം കഴിപ്പിച്ചത്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അവരെ ശാസിക്കാനുള്ള അധികാരമുണ്ട്. ഹല്ലേലൂയ. നീതിമാൻ എന്നെ അടിക്കുന്നത് എനിക്ക് ദയ, അവൻ എന്നെ ശാസിക്കുന്നത് എന്റെ തലയ്ക്ക് എണ്ണ എന്നൊക്കെ പറഞ്ഞതുപോലെയാണ് അവരത് ഉൾക്കൊണ്ടത്. പക്ഷെ അവർക്ക് ഭയങ്കര വേദനയുണ്ട്. ഞങ്ങൾക്ക് ഈ വീഴ്ച സംഭവിച്ചു പോയല്ലോ, ഞങ്ങൾ ഇതിനെ ഗൗരവമായി എടുത്തില്ലല്ലോ. ചിലരൊക്കെ പാപ വഴികളിലേക്ക് പോയപ്പോ മുഖത്ത് നോക്കി അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നേരത്തെ കഴിഞ്ഞില്ലല്ലോ. അപ്പോസ്തലനായ പൗലോസ് ഒരു ലേഖനം എഴുതി അയക്കുന്നത് വരെ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെയുള്ള ആ വേദന അവരുടെ ഉള്ളിൽ ഉണ്ടായി. ഞങ്ങൾക്കിനി ഇത് നിമിത്തം ഞങ്ങൾ സ്വർഗത്തിൽ പോകാതിരിക്കുമോ, അല്ലെങ്കിൽ സഭയതയോ തള്ളിക്കളയുമോ, ഇങ്ങനെയൊക്കെയുള്ള വേദന അവരുടെ ഉള്ളിലുണ്ടായി. അപ്പൊ ഈ വേദന ഉണ്ടായപ്പോ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വേദന ഉണ്ടായപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്തൊരു മനുഷ്യനായത്! വിശ്വാസികൾ കരഞ്ഞപ്പോ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം ഉണ്ടായത്. പക്ഷെ അദ്ദേഹം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ പറഞ്ഞ വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് സന്തോഷം ഉണ്ടായത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ മാനസാന്തരത്തിനായി ദുഃഖിച്ചു എന്നതുകൊണ്ടാണ് എനിക്ക് സന്തോഷം ഉണ്ടായത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ മാനസാന്തരത്തിനായി ദുഃഖിച്ചു. നിങ്ങളിലുണ്ടായ ദുഃഖം അത് മാനസാന്തരത്തിലേക്ക് നിങ്ങളെ നയിച്ചു. നിങ്ങൾ റിഗ്രറ്റ് ചെയ്തു, നിങ്ങൾ റിപ്പന്റ് ചെയ്തു. ഹല്ലേലൂയ. അനുതപിച്ചു, മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ ഇത് പൗലോസ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്ക് മലയാളത്തിലെ ആ വാക്യം ഒറ്റ വായനയിൽ മനസ്സിലാക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കുറച്ച് വ്യക്തത ആ വിഷയത്തിൽ, ആ വാക്യത്തിൽ വേണ്ടതുണ്ടായിരിക്കാം. അതുകൊണ്ട് ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ മാനസാന്തരത്തിന്റെ നിർവചനത്തിലേക്ക്, വാട്ട് ഈസ് റിപ്പന്റൻസ് എന്നതിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ? ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായം 17-ാമത്തെ വാക്യം, ആ വാക്യം ഒന്ന് വായിക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഈ മാനസാന്തരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വെറും ഒരു റിഗ്രറ്റ് അല്ല. ചിലർ പറയാറുണ്ടല്ലോ, ഞാൻ സംഭവം ഉണ്ടായതിൽ എനിക്ക് വിഷമമുണ്ട്, എനിക്ക് ഭയങ്കര വേദനയുണ്ട്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. നോട്ട് എ റിഗ്രറ്റ് ഓൺ സിൻ ഓർ മിയർ എ വീപ്പ് ഓവർ ഇറ്റ്. ചിലർക്കാണെങ്കിൽ അയ്യോ തെറ്റുപറ്റിപ്പോയി, അങ്ങ് സങ്കടം കൊണ്ട് അവരങ്ങ് കരയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ മാനസാന്തരം എന്ന് പറയുന്നത് ഈ അനുതപിക്കുന്നതോ കരയുന്നതോ അല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കത് കേൾക്കുമ്പോ അപ്പൊ മാനസാന്തരപ്പെടുന്നവര് കരയി ഇതല്ല. ഹല്ലേലൂയ. എന്താ കാരണമെന്ന് അറിയാവോ? ഇങ്ങനെ കരയുകയും ദുഃഖിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് തന്നെ ചെയ്യുന്നവരില്ലേ? ഹല്ലേലൂയ. ചില പിള്ളേരെ കണ്ടിട്ടില്ലേ, അവര് ഒരു എന്തെങ്കിലും എടുത്ത് എറിഞ്ഞ് പൊട്ടിപ്പോയി, ഭയങ്കര സങ്കടമായി, അമ്മ വഴക്ക് പറഞ്ഞു, അപ്പ വഴക്ക് പറഞ്ഞു, വലിയ ദുഃഖമായി, കുറച്ച് കഴിഞ്ഞ് വീണ്ടും അത് തന്നെ ചെയ്യുന്നു. അപ്പൊ ഈ പുള്ളിക്ക് മാനസാന്തരം ഉണ്ടായില്ല എന്നുള്ളതാണ് ആമേൻ വാസ്തവമായ കാര്യം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ മാനസാന്തരം എന്ന് പറയുന്നത് എന്തല്ല? ദുഃഖിക്കുന്നതോ കരയുന്നതോ അല്ല. എബ്രായർ 12-ന്റെ 17
ലഭിപ്പാൻ ആഗ്രഹിക്കും കണ്ണുനീരോടുകൂടെ എന്ന് നിങ്ങൾ അറിയുന്നു. ഒന്നുകൂടെ വായിക്കാവോ? അവൻ പിന്നത്തെ ആഗ്രഹിച്ച് അപേക്ഷ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഓക്കെ, വാക്യം ആന്റി സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആകുന്നുണ്ട്, നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. ഹല്ലേലൂയ. ഏതായാലും വാക്യം നമ്മൾ കണ്ടു. ഇത് യേശാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അവൻ കണ്ണുനീരോടെ അനുതപിച്ചു, അപേക്ഷിച്ചു. പക്ഷേ എന്ത് ചെയ്തു? മാനസാന്തരത്തിന് അവസരം കിട്ടിയില്ല. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടായി. അവന് ദുഃഖമുണ്ടായി, അവൻ അനുതപിച്ചു, പക്ഷെ എന്ത് സംഭവിച്ചില്ല? മാനസാന്തരത്തിന് അവസരമുണ്ടായില്ല. വേദപുസ്തകം വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ എൻ്റെ മൈക്കിന്റെ സെറ്റിങ്സ് ഒന്ന് മാറ്റി ക്ലിയർ ആണോ എന്നൊന്ന് മെസ്സേജ് ഇട്ടേക്കണേ. ഹല്ലേലൂയ. താങ്ക് യു. അപ്പോ നോക്കുക, മാനസാന്തരപ്പെട്ടാൻ യേശാവിന് പിന്നീട് അവസരം ലഭിച്ചില്ല. എന്നാൽ ആദ്യം പറഞ്ഞ രണ്ട് കാര്യങ്ങളും അവനുണ്ടായി. അതാ പറഞ്ഞത്, മാനസാന്തരം കരയുന്നതും അനുതപിക്കുന്നതും മാത്രമല്ല. അക്കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. പിന്നെ മാനസാന്തരം എന്താണ്, റിപ്പന്റൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. നോക്കൂ, ഈ ദ ഓഫറിംഗ് ഗിവ് us an atonement ഈസ് ഓൾസോ നോട്ട് റിപ്പന്റൻസ്. നമ്മള് ഒരു പരിഹാരമായിട്ട് ഓഫറിംഗ് കൊടുത്താൽ അതും എന്തല്ല? മാനസാന്തരമല്ല. പരിഹാരമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു അറ്റോൺമെന്റ് നടത്തുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണ്, ഞാൻ തന്നെ ചെയ്ത ഒരു കാര്യം ആണെന്നങ്ങ് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ നമ്മുടെ ടിജിന്റെ കാരണത്തിട്ടൊന്ന് പൊട്ടിച്ചു. പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിൽ ടിജിൻ നല്ല ബിൽറ്റ് ബോഡിയാണ്. മുൻപ് അങ്ങനെ ആയിരുന്നു, ഇപ്പോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. മുൻപ് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമ്പോൾ നല്ല ബിൽറ്റ് ബോഡി ആയിരുന്നു. ഇപ്പോഴും കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഇരിക്കുന്ന കണ്ടിട്ട് ഒരു മസിൽമാനാണെന്ന് തോന്നുന്നു. അപ്പൊ തിരിച്ച് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊന്നും ചിന്തിക്കാതെ ഞാൻ കാര്യമായിട്ടൊന്ന് പൊട്ടിച്ചു. പക്ഷേ അദ്ദേഹത്തിന് പാസ്റ്റർ അല്ലേ എന്ന് ചിന്തിച്ച് അദ്ദേഹം അങ്ങ് വിട്ടുകളഞ്ഞു. തിരിച്ചൊന്ന് കൊടുക്കാൻ തോന്നിയെങ്കിലും അദ്ദേഹം അങ്ങ് വിട്ടുകളഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം. എന്തായാലും ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല. ഞാൻ അടുത്ത ദിവസം ഒരു ഗിഫ്റ്റുമായിട്ട് ടിജിനെ കാണാൻ പോവുകയാണ്. ഞാൻ പോയി എൻ്റെ കയ്യിൽ ഒരു മനോഹരമായ, തീരെ വില കുറവില്ലാത്ത, അത്യാവശ്യം അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചുകൊണ്ട് ഞാനിത് കൊണ്ട് കൊടുത്തിട്ടിങ്ങ് പോന്നു. ഞാൻ തലേദിവസം നടന്നതിനെ കുറിച്ചൊന്നും മിണ്ടിയില്ല. അപ്പൊ എൻ്റെ മനസ്സിലെ ചിന്ത, ഇന്നലെ ഞാൻ ചെയ്ത തെറ്റിനുള്ള ഒരു പരിഹാരമാണ് ഞാൻ ചെയ്തത് എന്നാണ്. പക്ഷെ അത് മാനസാന്തരമല്ല. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ കാണുന്ന മാനസാന്തരം നാം ചെയ്ത തെറ്റിന് എന്തെങ്കിലും പ്രായച്ചിത്തം ചെയ്യുന്നത് അല്ല. ഹല്ലേലൂയ. ഈ പ്രായച്ചിത്തം ചെയ്യുന്നതുകൊണ്ട് ഗുണമില്ലെന്നോ കാര്യമില്ലെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ മാനസാന്തരം അതല്ലെന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുത്താൽ നല്ല കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ നല്ല കാര്യം. പക്ഷെ അത് മാനസാന്തരമല്ല. ബൈബിളിൽ കാണുന്ന മാനസാന്തരം അതല്ല. ചിലർ അങ്ങനെയാണ്. എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ട്, എന്നാൽ വേറൊരു നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു കാര്യം അങ്ങ് പറയുകയാണ്. ഓൺലൈനായിട്ട് പോകുന്നുണ്ട് എങ്കിലും പറയുകയാണ്. ഒരിടത്ത് ചെന്ന് പാസ്റ്ററെ കുറിച്ച് 4 കുറ്റം പറഞ്ഞിട്ട് ഒടുവിൽ പാസ്റ്റർ അറിഞ്ഞോ ഇല്ലയോ, പിന്നെ മനസ്സിലൊരു വിഷമം, പാസ്റ്ററെ കുറിച്ച് അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു. എന്നാൽ പാസ്റ്ററെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു സ്തോത്ര കാഴ്ച അങ്ങ് കൊടുത്തേക്കാം, അതോടെ പാസ്റ്ററുടെ ആ വിഷമം അങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് ചിന്തിച്ച് സ്തോത്ര കാഴ്ചയൊക്കെ കൊടുത്തു വിടുന്നവരുണ്ട്. പാസ്റ്ററുടെ വിഷമം അങ്ങ് ചിലപ്പോൾ തീരുമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതെന്തല്ല? അത് മാനസാന്തരമല്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ബൈബിളിൽ കാണുന്ന മാനസാന്തരം അങ്ങനെയല്ല. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ദുഃഖിക്കുന്നതും കരയുന്നതുമല്ല മാനസാന്തരം. എന്തെങ്കിലും പ്രായച്ചിത്തം ചെയ്യുന്നത് അല്ല മാനസാന്തരം. ഹല്ലേലൂയ. എന്നാൽ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയിൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉണ്ടാകാം. അതാ ഞാൻ പറഞ്ഞത്, മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയിൽ ഈ പറയുന്നതൊക്കെ ഉണ്ടാകാം. അയാൾക്ക് ദുഃഖമുണ്ടാകാം, അനുതാപമുണ്ടാകാം,
എന്തെങ്കിലുമൊക്കെ പ്രായച്ചിത്തം ചെയ്യണമെന്നുള്ള ആഗ്രഹവും അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടാകാം. മാനസാന്തരപ്പെടുന്ന വ്യക്തിയിൽ ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ മാനസാന്തരം ഇതിനെല്ലാം മുകളിലാണ്, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. മത്തായി 21:28 മുതൽ 32 വരെ ഒന്ന് വായിച്ചാട്ടെ. ഈ വാക്യം നമുക്ക് ഇനിയും ഇടയ്ക്ക് വേണ്ടി വരും, അതുകൊണ്ട് ഇപ്പൊ വായിക്കുന്ന ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ. 21:28 മുതൽ 32 വരെ മത്തായി. ഒന്നാമത്തവന്റെ അടുക്ക അവനെ ഇന്ന് എന്റെ വേല ചെയ്യുക. റമി ആന്റി, നമുക്ക് സൗണ്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സമയം ഇനിയില്ല. എനിവേ, ആന്റിയുടെ ശബ്ദം മുറിഞ്ഞാ കേൾക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടുത്തെ യേശു പറയുന്ന ഒരു സംഭവമാണ്, ഒരു ഉപമയാണ്. ഇവിടെ ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. 28-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. അപ്പോ ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ മോന്റെ, ആ വാക്യം ഒന്ന് ഡിസ്പ്ലേ ചെയ്തോളൂ ദയവായിട്ട്. ഒന്നാമത്തെ മോന്റെ അടുത്ത് എന്ന് പറഞ്ഞു, മോനെ നീ ഇന്ന് എന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി കുറച്ച് ജോലിയുണ്ട്, അത് ചെയ്യണമെന്ന് അപ്പൻ മോനോട് പറയുകയാണ്. അപ്പൊ മോൻ എന്താ പറഞ്ഞ? അടുത്ത വാക്യം നോക്കിയാട്ടെ. മോന്റെ മറുപടി, അവൻ മുഖത്ത് നോക്കി തിരിച്ച്, എന്റെ മോൾ അങ്ങനെയാണ് ബിറ്റിയ, അവളെ പോലെ മറുപടി പറഞ്ഞു, ഞാൻ പോകത്തില്ല. ബിറ്റി ഇടയ്ക്ക് അമ്മയോട് പറഞ്ഞു പോലും, ഐ ഡോണ്ട് ടേക്ക് ഓർഡേഴ്സ് ഫ്രം യു, ഞാൻ അമ്മയിൽ നിന്ന് ഞാൻ ഓർഡർ എടുക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. അത് നല്ല കാര്യമൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ, അങ്ങനെ പറഞ്ഞു എന്ന് പറയുക. 2 അടിയുടെ കുറവുണ്ട്, അത് ഞാൻ പോയിട്ട് കൊടുക്കാനിരിക്കുവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഈ മൂത്ത മകൻ അവൻ അപ്പന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എനിക്ക് മനസ്സില്ല. ഓ, എന്തൊരു വാക്കാന്ന് നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ഐ വിൽ നോട്ട്, ഞാൻ പോകത്തില്ല. എന്നാൽ അടുത്ത വാക്ക് നോക്കിയേ, ബട്ട് ആഫ്റ്റർവേർഡ് ഹി റിപ്പന്റഡ് ആൻഡ് വെന്റ്. അവൻ മാനസാന്തരപ്പെട്ടു, എന്നിട്ട് അവൻ പോയി. അനുതപിച്ചു എന്നുള്ള മലയാള പദം റിപ്പന്റ് എന്നാണ് റിപ്പന്റ് എന്നുള്ളത് മലയാളത്തിൽ എല്ലായിടത്തും അനുതപിച്ചു എന്നാണ് കൂടുതലും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോ അവന് ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ടായി കാണാം, അതിനെക്കുറിച്ചൊന്നും ഇവിടെ വിശദീകരിച്ചില്ല. പക്ഷെ അവൻ എന്ത് ചെയ്തു? അവൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ തയ്യാറായി. ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ക്യാരക്ടറിന്, സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടായി. എന്നാൽ അടുത്ത നോക്കിയേ, അദ്ദേഹത്തിന് 2ാമത്തെ ഒരു പുത്രൻ ഉണ്ടായിരുന്നു. ഈ 2ാമത്തവന്മാർ എല്ലായിടത്തും പ്രശ്നമാണോ? ഞാൻ മൂത്തതായതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം യേശു പറഞ്ഞ മറ്റേ ഉപമയിലും മൂത്തവൻ നല്ലവനായിരുന്നല്ലോ, ഇളയവനെ അപ്പന്റെ സ്വത്ത് മുഴുവൻ മേടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞത്. ഏതായാലും എനിവേ നമുക്ക് നോക്കാം. 2ാമത്തവന്റെ അടുക്കൽ അവൻ ചെന്നു. അങ്ങനെ തന്നെ പറഞ്ഞപ്പോ അവൻ അപ്പന്റെ മുഖത്ത് പറഞ്ഞു, അതെന്താ പപ്പ, ഞാൻ പോകാം. ഓ, അവിടെ പപ്പാന്നൊന്നും അല്ല, ഇംഗ്ലീഷിൽ വായിച്ചു നോക്കി. ആൻഡ് ഹി ആൻസർഡ് ഐ ഗോ സർ. ഭയങ്കര ബഹുമാനത്തോടെ. അതൊന്ന് ആക്കിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ പോകാം സർ എന്നൊക്കെ ഉത്തരം പറഞ്ഞത്. എന്തായാലും മലയാളത്തിൽ ഞാൻ പോകാം അപ്പ എന്നാ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പോകാം എന്ന് 2ാമത്തവൻ മറുപടി പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്തില്ല? പറഞ്ഞതല്ലാതെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരാള് ഒരിക്കൽ ആ ഡിസ്പ്ലേ എന്തെങ്കിലും മാറ്റി വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഒരാൾ ഒരിക്കൽ ഒരു ചർച്ചിൽ കോൺട്രിബ്യൂഷന് വേണ്ടിയിട്ട് അവസരം ഉണ്ടായപ്പോ, എന്ന് പറഞ്ഞാൽ ചർച്ചിന്റെ ബിൽഡിങ്ങോ എന്തോ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോഴേക്കും എല്ലാവരും അതിനായിട്ട് സഹകരിക്കണം, എല്ലാവരും ഒരു വരി എഴുതണമെന്നൊക്കെ നമ്മുടെ ഇടയിൽ അങ്ങനെയാണല്ലോ പറഞ്ഞത്. വരി എഴുതണമെന്ന് പാസ്റ്റർ പറഞ്ഞപ്പോ ആ ചർച്ചിലെ ഇച്ചിരി കാശുള്ള ഒരു പുള്ളി ആദ്യമേ എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ 5 ലക്ഷം രൂപ, ഈ പറഞ്ഞതിലപ്പുറം ഒന്നുമില്ല, 5 ലക്ഷം രൂപ. അത് കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ ബാക്കിയുള്ളവർക്ക്, പിന്നെ അദ്ദേഹം 5 ലക്ഷം പറഞ്ഞപ്പോ നമ്മൾ തീരെ കുറയ്ക്കുന്നത് അങ്ങനെ എല്ലാവരും 2, 3, 4 ഒക്കെ എഴുതി. അവസാനം ഈ കളക്ഷൻ തുടങ്ങിയപ്പോഴേക്കും ഈ പുള്ളി മാത്രം കൊടുത്തില്ല, ബാക്കി എല്ലാവരും കൊടുത്തു. അപ്പൊ അദ്ദേഹത്തോട് എന്താ കൊടുക്കാത്തതെന്ന് വെച്ചപ്പോ, ഞാൻ പറഞ്ഞ വാക്ക് മാറ്റുന്നയാളല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ 5 ലക്ഷം രൂപ, ഈ പറഞ്ഞതല്ലാതെ അതിനപ്പുറമൊന്നുമില്ല എന്ന് അന്നേ പറഞ്ഞതല്ലാതെ അതിനപ്പുറമൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമാനാണ്. അങ്ങനെ പുള്ളി പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഇളയപുത്രൻ പറയുന്നത്, ഞാൻ പോകാം, ഈ പറഞ്ഞതല്ലാതെ പുള്ളി എന്ത് ചെയ്തില്ല? പോയില്ല. ഹല്ലേലൂയ. യേശു ഇവിടെ പറയുകയാണ്, ഇതിൽ ആരാണ് അപ്പന്റെ ഇഷ്ടം ചെയ്തത്?
മാനസാന്തരപ്പെട്ടവനാണ്, അനുതപിച്ചവനാണ്. ഹല്ലേലൂയ. അനുതാപം അവന്റെ പ്രവൃത്തികളിലൂടെ, മാനസാന്തരം അവന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റത്തിലൂടെ വെളിപ്പെടുവാനിടയായി. അപ്പോ ബൈബിളിൽ കാണുന്ന മാനസാന്തരം, it is a transformation, a complete transformation in life. ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിപൂർണമായ രൂപാന്തരമാണ്. അതൊരു ന്യൂ നേച്ചറാണ്, പുതിയ സ്വഭാവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ പുതിയ സ്വഭാവം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന നാം മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഞാൻ അവിടെ കൂടുതൽ നിൽക്കുന്നില്ല. വൈ റിപ്പന്റൻസ്? എന്തുകൊണ്ടാണ് മാനസാന്തരപ്പെടേണ്ടത്? മാനസാന്തരത്തിന്റെ ആവശ്യകത എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? ആവശ്യകത എന്ന് ഇവിടെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? ഹല്ലേലൂയ. ബൈബിളിൽ എന്തുകൊണ്ടാണ് ഈ മാനസാന്തരത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. ആമേൻ. നമുക്കറിയാം, വേദപുസ്തകം പറയുന്നു എല്ലാ മനുഷ്യരും പാപം ചെയ്തു. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ മനുഷ്യരെല്ലാം പാപികളാണ്, ആദാമ്യ സ്വഭാവത്തോടെയാണ് ജനിച്ചിരിക്കുന്നത്. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു ദുരന്തം നടന്നതിനെ കുറിച്ച് യേശു പറയുന്നുണ്ട്. ദേവാലയ ഗോപുരം ഇടിഞ്ഞു വീണ് കുറച്ചുപേര് മരിച്ചുപോയി. അപ്പോ ആമേൻ, പിന്നെ അതിനെക്കുറിച്ച് രണ്ടഭിപ്രായമുണ്ട്. ഇടിഞ്ഞു വീണതാണെന്നും ഇടിച്ചവരെ കൊന്നതാണെന്നും ഇടിച്ചിട്ട് കൊന്നതാണെന്നും അവരെ ക്രിമിനലുകളാണെന്നും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ നോർത്ത് ഈസ്റ്റിൽ ഒരു സംഭവം ഉണ്ടായല്ലോ, നാഗാലാൻഡിൽ ജോലി കഴിഞ്ഞ് മൈനിൽ ഖനിയിൽ ജോലി കഴിഞ്ഞ് വന്ന 15 പേരാന്ന് തോന്നുന്നു. അവര് ആമേൻ ഇവരാണെന്ന് രാജ്യത്തിന്റെ വിഘടനവാദികളാണെന്ന് ചിന്തിച്ചിട്ട് അവരെ വെടിവെച്ചു. അത് വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളത് കഴിഞ്ഞ ദിവസം കേട്ടത്. ഇതുപോലൊരു സംഭവമാണ് നടന്നത് എന്ന് കരുതുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ദേവാലയത്തിന്റെ ഒരു ഭാഗത്ത് കുറച്ച് ക്രിമിനൽസ് വന്നിട്ടുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പിടിക്കാൻ ശ്രമിക്കുകയും അവരെ അതിനകത്ത് ഇടിച്ച് കൊന്നുകളയുകയും, അല്ലെങ്കിൽ അവരെ പിടിക്കാൻ ശ്രമിച്ചിട്ട് അതിനപ്പുറത്ത് അവരെ കൊല്ലുന്ന ഒരു നടപടിയിലേക്ക്, ഗോപുരം ഇടിച്ചവരുടെ മുകളിലേക്ക് ഇട്ട് അവരെ കൊന്നുകളഞ്ഞു എന്ന രീതിയിലേക്ക്, ഗോപുരത്തിന്റെ മുകളിലോ മറ്റോ ഇരുന്നവരെ, ആ രീതിയിലാണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം കിടക്കുന്നത്. അപ്പോൾ പക്ഷെ അവര് നിഷ്കളങ്കരായിരുന്നു, അവർ ഗലീലക്കാരായിരുന്നു, ഗലീലയിൽ നിന്ന് വന്ന പിൽഗ്രിംസ് ആയിരുന്നു. അവര് ദേവാലയത്തിൽ സന്ദർശിക്കാൻ അല്ലെങ്കിൽ യാഗമൊക്കെ കഴിക്കാനായിട്ട് വന്നവരായിരുന്നു. അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ദുഃഖമായി, വേദനയായി. അവര് നല്ലവരായിരുന്നിട്ടും ആമേൻ, എന്നാൽ അപ്പോൾ തന്നെ അല്ല, അവര് ശരിക്കും ദുഷ്ടന്മാരായിരുന്നു, അവർ ക്രിമിനലായി. ഇങ്ങനെ രണ്ട് വാദഗതിയുണ്ട്. അപ്പോ ഈ പശ്ചാത്തലത്തിലാണ് യേശു അവിടെ പറയുന്നത്, ആമേൻ, ഈ 13 പേര് ബാക്കി എല്ലാവരെക്കാളും അനീതി നിറഞ്ഞവരോ ദുഷ്ടന്മാരോ പാപികളോ ആയതുകൊണ്ട് മരിച്ചുപോയി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ബാക്കി എല്ലാവരും അവരെക്കാളും നല്ലവരാണെന്ന് കരുതുന്നുണ്ടോ? എന്നിട്ട് യേശു തന്റെ മുമ്പിൽ നിൽക്കുന്ന ശിഷ്യന്മാർ ഉൾപ്പെടെയുള്ളവരോട് പറയുകയാണ്, അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളും ഔവണ്ണം തന്നെ നശിച്ചു പോകും. ഹല്ലേലൂയ. അപ്പോൾ നാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ മാനസാന്തരം ഉണ്ടാകണം. റിപ്പന്റൻസിന്റെ പ്രാധാന്യം മനസ്സിലായോ? ഹല്ലേലൂയ. പാപത്തിൽ നിന്ന്, പാപം നിമിത്തമുണ്ടായിട്ടുള്ള വിനാശത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ മാനസാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി മാനസാന്തരം, അതിന്റെ പ്രാധാന്യം, എന്തുകൊണ്ട് മാനസാന്തരപ്പെടണമെന്ന് ചിന്തിക്കുമ്പോൾ നാം വിശ്വസിക്കുന്നതിന് മുൻപേ മാനസാന്തരം വരുന്നു എന്നുള്ളതാണ് അതിന്റെ ക്രമം നോക്കിയാൽ. മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുക, ഹല്ലേലൂയ, എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. കാരണം അവിടെ പ്രസംഗിക്കുന്നത്, യോഹന്നാൻ പ്രസംഗിക്കുന്നതും യേശു പ്രസംഗിക്കുന്നതും ഒക്കെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അപ്പൊ ക്രമം നോക്കിയാൽ വിശ്വാസത്തിന് മുൻപേ സംഭവിക്കുന്ന ഒന്നാണ് മാനസാന്തരം. എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി അടുത്തെന്താ ചെയ്യേണ്ടത്? വിശ്വസിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി ഹല്ലേലൂയ, ആമേൻ, ഈ മാനസാന്തരം ആമേൻ, ലൂക്കോസ് 24:47 പറയുന്നത് പാപമോചനത്തിന് മുൻപേ, മാനസാന്തരവും പാപമോചനവും എന്നാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങിയ എല്ലായിടത്തും. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, പാപമോചനത്തിന് മുൻപേ സംഭവിക്കേണ്ട ഒന്നാണ് മാനസാന്തരം. വിശ്വസിക്കുന്നതിന് മുൻപേ, പാപമോചനത്തിന് മുൻപേ ആദ്യം സംഭവിക്കേണ്ടത് മാനസാന്തരമാണ്. ദൈവത്തിലേക്ക് തിരിയണം. ഒരു പുതിയ സ്വഭാവത്തിനായിട്ട് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. രക്ഷയ്ക്ക് മുൻപേ മാനസാന്തരം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 3:19 നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്,
പെട്ട് ഹല്ലേലൂയ രക്ഷ പ്രാപിച്ചുകൊള്ളാനായിട്ട് അനുതപിച്ച് അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് രക്ഷ പ്രാപിച്ചുകൊള്ളുക എന്ന് പ്രസംഗിക്കുകയാണ്, എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ രക്ഷയ്ക്ക് മുൻപേ മാനസാന്തരം സംഭവിക്കുന്നു. മാനസാന്തരം സംഭവിച്ച വ്യക്തിക്ക് മാത്രമേ രക്ഷയിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇനി മാനസാന്തരം എന്തുകൊണ്ട്? വൈ? ഇറ്റ് ഈസ് കമാൻഡ്മെന്റ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ കൽപ്പനയാണ് മാനസാന്തരപ്പെടണം എന്നുള്ളത്. ഈ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ഗണ്യമാക്കുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനയാണ് മാനസാന്തരം. ഹല്ലേലൂയ. പ്രപഞ്ചത്തിന്റെ ചക്രവർത്തി, രാജാതിരാജാവ്, സകല ആത്മാക്കളുടെയും ഉടയവൻ, ആ ദൈവം കൽപ്പിക്കുകയാണ്, യു ഷുഡ് റിപ്പന്റ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ കൽപ്പന ആണ് മാനസാന്തരം എന്നത് കൊണ്ട് അത് പ്രാധാന്യം അർഹിക്കുന്നു. എല്ലാവരിലും മാനസാന്തരം സംഭവിക്കണം. അതിന് നല്ലവനെന്നോ മോശം ജീവിതമുള്ളവനെന്നോ വ്യത്യാസമില്ല. ഹല്ലേലൂയ. തമ്മിൽ ഭേദം തൊമ്മൻ എന്ന പോളിസി മാനസാന്തരത്തിൽ വിലപ്പോകില്ല. നിങ്ങൾ എത്ര കൊള്ളാകുന്നവരാണെങ്കിലും മാനസാന്തരപ്പെടണം. നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളെ എന്ന് ഉദ്ദേശിച്ചല്ല പറയുന്നത്, മനുഷ്യർ മൊത്തത്തിൽ എന്ന ഉദ്ദേശത്തിലാണ് പറയുന്നത്. എത്ര നല്ല മനുഷ്യനാണെങ്കിലും മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മാനസാന്തരത്തിന്റെ പ്രാധാന്യം എന്താണ്? സ്തോത്രം. നോക്കാം. അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൽ 100-ലധികം തവണ മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓവർ 100 times, 100-ലധികം തവണ. അപ്പോൾ തന്നെ ഒരു ബൈബിളിൽ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യം നമുക്കറിയാം. അപ്പോൾ 100-ൽ പരം തവണ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാം. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കാതലായ വിഷയം, പ്രധാന വിഷയം, പ്രസംഗത്തിന്റെ ആകത്തുക എന്തായിരുന്നു? മാനസാന്തരമായിരുന്നു. പുള്ളിക്ക് വേറെ ഒരു വിഷയവും, ബാക്കിയെല്ലാം കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാനസാന്തരത്തിന്റെ ഫലമായിട്ടുണ്ടാകേണ്ട, പക്ഷേ പ്രസംഗത്തിന്റെ ആകത്തുക, ഏത് വേദിയിൽ പുള്ളിയെ പിടിച്ചു നിർത്തിയാലും അദ്ദേഹം പറയും റിപ്പന്റ്, മാനസാന്തരപ്പെടും. നമ്മളാണെങ്കിൽ ഒരിക്കൽ വിളിച്ചാൽ പിന്നെ വിളിക്കത്തില്ല. ഒരുപക്ഷെ ഒരിക്കൽ കൂടെ രണ്ടാമതൊരിക്കൽ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പുള്ളിയുടെ കയ്യിൽ ആകെ ഒരു പ്രസംഗമേ ഉള്ളൂ. പുള്ളിക്ക് പ്രിപ്പയർ ചെയ്യാനൊന്നും നേരവും ഇല്ല. പുള്ളിക്ക് വേറെ വായനാശീലമൊന്നുമില്ല. ഇങ്ങനെ കാട്ടിലെ തേനും ഒക്കെ കുടിച്ച് വെട്ടുക്കിളിയൊക്കെ തിന്ന് ഇങ്ങനെ വെട്ടുക്കിളിയല്ലേ, അതെ, ഒക്കെ തിന്ന് നടക്കുകയല്ലേ. ഈ പുള്ളിക്ക് പുറം ലോകമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല, ദൈവശാസ്ത്രമൊന്നും പഠിക്കാൻ നേരമൊന്നുമില്ല. അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം വിളിച്ചാലും പുള്ളി ഇത് തന്നെ പ്രസംഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണെന്ന് ഇരിക്കട്ടെ, യോഹന്നാനെ എന്താ ഇങ്ങനെ ഇത് തന്നെ വീണ്ടും വീണ്ടും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി പറയും, നിങ്ങൾ ഇത്രയും കേട്ടിട്ടും നിങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടായില്ലല്ലോ. നിങ്ങൾ മാനസാന്തരപ്പെടാത്തടത്തോളം ഈ വിഷയത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. വിഷയം പ്രാധാന്യമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അത് തന്നെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. എന്ന യോഹന്നാന് പറയാനായിട്ടുള്ളത്. ഇന്ന് ഏതെങ്കിലും സഭയുടെ പാസ്റ്ററായിട്ട് യോഹന്നാൻ സ്നാപകനെ എങ്ങാനും നിയമിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, എല്ലാ ദിവസവും അതിഥി ശുശ്രൂഷകന്മാരെ വിളിച്ച് പ്രസംഗിപ്പിക്കുക സഭ. കാരണം യോഹന്നാനോട് പറയാം, 2-3 പ്രാവശ്യമൊക്കെ ആകുമ്പോൾ പിന്നെ വിശ്വാസം പറയും, പാസ്റ്റർ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോഴേ പറയും, പാസ്റ്ററെ ബാക്കി ഞങ്ങൾ പറയാം, പാസ്റ്റർ ഞങ്ങൾ വിഷയം കാണാപ്പാടം പഠിച്ചിരിക്കുക. അതുകൊണ്ട് അടുത്ത പാസ്റ്റർ എന്താ പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പുള്ളിയെ എവിടെ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും മാനസാന്തരപ്പെടുക, 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 അല്ലെങ്കിൽ ഫലം കായ്ക്കാത്ത വൃക്ഷത്തിന് കോടാലി വെച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, അനീതിയായിട്ട് പിരിക്കരുത്, നിങ്ങളോട് പറഞ്ഞതിൽ കൽപ്പിച്ചതിലധികം പിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് എന്ത് വിഷയം പറഞ്ഞാലും പുള്ളി മാനസാന്തരമാ പറയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ മേലുള്ള വിളി, തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. അവരെ എവിടെ പിടിച്ചു നിർത്തിയാലും എന്തൊക്കെ പറഞ്ഞു വന്നാലും അവസാനം അവരാ വിഷയത്തിൽ ചിലപ്പോൾ കർത്താവിന്റെ 2ാം വരവായിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും അവസാനം അല്ലെങ്കിൽ ആകത്തുക കർത്താവിന്റെ 2ാം വരവായിരിക്കും. ഏത് വാക്യം എടുത്താലും അവർ കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് പറയും. ഹല്ലേലൂയ. അവരുടെ മേലുള്ള നിയോഗം അതാണ്. അതുകൊണ്ട് ആ പ്രസംഗകൻ മോശമാണെന്നും വിഷയങ്ങൾ ഒരുപാടുള്ള ആള് മെച്ചമാണെന്നും അങ്ങനൊന്നും അർത്ഥമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിന്നെ പ്രത്യേകിച്ച് ഈ പൊതു യോഗങ്ങളിൽ ഒത്തിരി പ്രസംഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ, സഭാ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ നിൽക്കാത്ത പൊതു ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിൽ, ഇനി സഭാ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്നെ പൊതു ശുശ്രൂഷ കൺവെൻഷനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവരാണെങ്കിൽ അവര് ഒത്തിരി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് തയ്യാറാക്കി വെച്ച ചില ബ്രാൻഡഡ് സെർമൺസ് കാണും. ഹല്ലേലൂയ. അത് അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രസംഗിക്കും. എന്നാൽ ആ പ്രസംഗത്തിന്റെ ഒരു ശക്തിയുണ്ട്, ദൈവം നൽകിയ ദൂതല്ലേ. ഹല്ലേലൂയ. അത് ഉപയോഗിക്കപ്പെടാനിടയായി തീരും. അത് കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ.
നമുക്ക് നൽകുന്ന എല്ലാ ദൈവവചന സന്ദേശങ്ങൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാകിയാൽ എത്ര ആവർത്തിച്ച് കേട്ടാലും അതിന് പഴക്കമുണ്ടാകുന്നില്ല, അത് കാലഹരണപ്പെടുന്നില്ല, അത് ഹേമൻ പുതുതായി, ഹല്ലേലൂയ, ഹേമൻ എപ്പോഴും പുതിയ എണ്ണ എന്നതുപോലെ, പുതിയ അഭിഷേകം എന്നതുപോലെ, ഹേമൻ പുതിയ ആഹാരം എന്നതുപോലെ, പുതിയ മന്ന എന്നതുപോലെ ദൈവത്തിന്റെ വചനം എപ്പോഴും പുതുക്കമുള്ളതാണ്. അത് എത്ര ആവർത്തിച്ചു പറഞ്ഞാലും അതിന്റെ പുതുക്കം നഷ്ടപ്പെടുന്നില്ല, അതിന് മൂർച്ച നഷ്ടപ്പെടുന്നില്ല. ഹല്ലേലൂയ. വചനത്തെ സ്വീകരിക്കാനുള്ള നമ്മുടെ മനസ്സാണ് പ്രധാനം, ഹൃദയമാണ് പ്രധാനം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം എപ്പോഴും അതിന്റെ ആകത്തുക ഹേമേൻ മാനസാന്തരമായിരുന്നു. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. ഇത് തന്നെ യോഹന്നാൻ തുടക്കം മുതൽ ഒടുവിൽ വരെ പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്തോത്രം. ഹെരോദാവിനെ നോക്കി പറഞ്ഞത് നീയും മാനസാന്തരപ്പെടണം. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല, പുള്ളി പിടിച്ച് ജയിലിൽ അടച്ചു. അവിടെ കിടന്നുകൊണ്ടും പറഞ്ഞു മാനസാന്തരപ്പെടാനായിട്ട്. അപ്പൊ പുള്ളിയുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിയുടെ ഭാര്യ ഹേമേൻ മോളെ കൊണ്ടൊരു ഡാൻസ് ഒക്കെ കളിപ്പിച്ചിട്ട് ഈ പുള്ളിയുടെ തല വെട്ടാനായിട്ടുള്ള ഏർപ്പാട് ചെയ്തു. ഹല്ലേലൂയ. ചരിത്രം പാരമ്പര്യം പറയുന്നത് താലത്തിൽ യോഹന്നാന്റെ തലയുമായിട്ട് ചെന്ന് ഹെരോദാവിന്റെ മുന്നിൽ കൊടുക്കുമ്പോഴേക്കും ഹേമേൻ ആ താലത്തിൽ ഇരുന്നു കൊണ്ട് യോഹന്നാന്റെ തല ശരീരത്തിൽ നിന്ന്, ഉടലിൽ നിന്ന് വേർപെട്ട തല മാത്രം ആ താലത്തിൽ ഇരുന്നു കൊണ്ട് മാനസാന്തരപ്പെടാൻ പ്രസംഗിച്ചെന്നാണ്. ഹല്ലേലൂയ. പാരമ്പര്യം പറയുന്നതാണ്, ചരിത്രവസ്തുതയല്ല. എങ്കിൽ പോലും യോഹന്നാന്റെ സന്ദേശത്തിന്റെ മൂർച്ചയെക്കുറിച്ച് അങ്ങനെ ഒരു പാരമ്പര്യം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുകയാണ്. നിങ്ങൾ ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ ചെന്ന്, കാണാതെ പോയ ഹേമൻ ഇസ്രായേൽ ആടുകളുടെ ഇടയിലേക്ക് ചെന്ന് പ്രസംഗിക്കാൻ പറയുക. പ്രസംഗിക്കുമ്പോ നിങ്ങളുടെ തീം എന്തായിരിക്കണം, വിഷയം എന്തായിരിക്കണം? നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം മാനസാന്തരപ്പെടാൻ വിളിച്ചു പറയണം. ഓരോ പട്ടണങ്ങളിലും ഓരോ വീടുകളിലും നിങ്ങൾ ചെന്നിട്ട് മാനസാന്തരപ്പെടാൻ വിളിച്ചു പറയണം. ഹല്ലേലൂയ. ഈ നിയോഗം നൽകിയ യേശു തന്റെ ശിഷ്യന്മാരെ അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ മാനസാന്തരം എന്ന വിഷയത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. ഇനി ഹേമൻ, അപ്പോൾ യേശുവിന്റെ ക്രൂശീകരണവും ഉയർത്തെഴുന്നേൽപ്പും കഴിഞ്ഞ ഈ വിഷയത്തിന് പ്രസക്തി കുറഞ്ഞിട്ടുണ്ടോ, പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ടോ? ഇല്ലവേ ഇല്ല. ഹല്ലേലൂയ. നോക്കൂ, ഹേമൻ, യേശുവിന്റെ ശിഷ്യന്മാർ പെന്തക്കോസ്ത് നാളിന് ശേഷം അപ്പോസ്തലപ്രവൃത്തി 2:38 പത്രോസ് അപ്പോസ്തലൻ 11 പേരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോൾ അതിനകത്തെ പ്രധാന വിഷയം എന്തായിരുന്നു? നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. പെന്തക്കോസ്ത് നാൾ തുടങ്ങി അപ്പോസ്തലന്മാർ, ശിഷ്യന്മാർ വിഷയം തുടർന്ന് പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ കണ്ട വാക്യങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി 20:21 ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം, ദൈവത്തിങ്കലേക്ക് മാനസാന്തരം. ഹല്ലേലൂയ. 2 പത്രോസ് 3:9 ഹേമേൻ വളരെ പ്രസക്തമായ ഈ കാലഘട്ടത്തിലും വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അപ്പോസ്തലനായ പത്രോസ് കുറിച്ചു വെക്കുകയാണ്, പലരും താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം, ആ വാഗ്ദത്തം എന്താ അവിടെ പറയുന്നത്? തന്റെ മണവാട്ടിയായ സഭയെ, തന്റെ കാന്തയാം സഭയെ, തന്റെ വിശുദ്ധന്മാരെ തന്റെ അടുക്കൽ ചേർക്കാൻ യേശു വീണ്ടും വരും എന്ന് അരുളി ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. പലരും ചിന്തിക്കുന്നത് താമസിക്കുന്നെന്ന, വാസ്തവത്തിൽ അങ്ങനല്ല. എന്തുകൊണ്ടാ? അല്പം ക്ഷമ കാണിക്കുന്നതാണ്, അല്പ കരുണ കാണിക്കുന്നതാണ്. ചിലർ കൂടെ മാനസാന്തരപ്പെടട്ടെ എന്ന് വെച്ച്. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ 2ാം വരവിനോടുള്ള ബന്ധത്തിലും മാനസാന്തരം എന്ന വിഷയം പറഞ്ഞിരിക്കുന്നു. മാനസാന്തരം എന്ന വിഷയത്തിന്റെ പ്രാധാന്യം നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ടാ മാനസാന്തരം എന്ന വിഷയം കർത്താവിന്റെ വരവ് വരെ പ്രസക്തമായിരിക്കുന്നത്? യേശുവിന്റെ വരവിനായി ഒരുങ്ങപ്പെടാൻ, ഭൂമി ഒരുങ്ങപ്പെടാൻ താമസം ചിലർ കൂടെ മാനസാന്തരപ്പെടട്ടെ എന്ന് വെച്ച് ദൈവം അവസരം കൊടുക്കുന്നതാണ്. ലൂക്കോസ് 13:3 നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ഹല്ലേലൂയ. ആമേൻ. മാനസാന്തരപ്പെടാഞ്ഞാൽ നശിച്ചു പോകും എന്നുള്ളത്. ഇനി മാനസാന്തരത്തിന്റെ സ്വഭാവം, റിപ്പൻഡൻസിന്റെ നേച്ചർ, ഹേമൻ, ദ നേച്ചർ ഓഫ് റിപ്പൻഡൻസ് നമുക്ക് നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹേമൻ, ഇത് 3 മേഖലകളിൽ ഈ മാനസാന്തരം, റിപ്പൻഡൻസ് എന്ന വിഷയം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഒരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ 3 മേഖലകളിൽ ഈ വിഷയം വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഇൻ റിലേഷൻ വിത്ത് ഇന്റലക്ട്, അവന്റെ ബുദ്ധിയോടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. ആമേൻ. അവന്റെ ബുദ്ധിയോടുള്ള ബന്ധത്തിൽ. പ്രൈസ് ദി ലോർഡ്. ദ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ സിൻ ആൻഡ് റൈച്ചസ്നെസ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പാപത്തോടും നീതിയോടുമുള്ള ഒരു മനുഷ്യന്റെ
മനോഭാവത്തിന് മാറ്റം വരണം. അതാണ് മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നേരത്തെയൊക്കെ പാപം എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ആറ്റിറ്റ്യൂഡിന് മാറ്റം വന്നു. പാപം നാശത്തിന്, ന്യായവിധിക്ക് കാരണമാണ്. റൈച്ചസ്നെസ്, നീതി, പ്രൈസ് ദി ലോർഡ്, ശരിയായത്, ആമേൻ, ദൈവത്തിന്റെ നീതി എന്താണെന്ന് തിരിച്ചറിയുക, അതിനനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തി സമർപ്പിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിനോടുള്ള മനോഭാവത്തിന് മാറ്റം വരുത്തുക. പത്രോസ് അങ്ങനെ പറയുന്നുണ്ട്. യേശുവിനോടുള്ള മനോഭാവത്തിന് മാറ്റം വരുത്തുക. യേശു തന്നെ ക്രിസ്തു എന്ന് അംഗീകരിക്കുക. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യകത കൂടെ ആയിരുന്നു. ക്രിസ്തുവിനോടുള്ള മനോഭാവത്തിന് മാറ്റം വരുത്തുക. പത്രോസ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്, ജനത്തെ നോക്കി പ്രസംഗിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ ദൈവം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. അതാണ് പ്രൈസ് ദി ലോർഡ്. മനോഭാവത്തിന്, യേശുവിനോടുള്ള മനോഭാവത്തിന് മാറ്റം വരിക. നേരത്തെ നിങ്ങൾ ചിന്തിച്ചിരുന്ന യേശു ഒരു സാധാരണ മനുഷ്യൻ, ഒരു വിഘടനവാദി എന്നോ ഒരു വിപ്ലവകാരി എന്നോ അല്ലെങ്കിൽ മോശയിക ന്യായപ്രമാണത്തിന് എതിരായി നിൽക്കുന്നവനെന്നോ ഒക്കെയാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നത്. ഈ മനോഭാവത്തിന് മാറ്റം വരണം. എന്നിട്ട് ഈ യേശുവിനെ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ഈ യേശുവിനെ ദൈവം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ക്രിസ്തുവിനോടുള്ള മനോഭാവത്തിന് മാറ്റം വരുന്നതാണ് മാനസാന്തരം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ഇന്റലക്ട് മേഖലയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ബൗദ്ധിക മേഖലയിൽ ഉള്ള കാഴ്ചപ്പാടിന്റെ വ്യത്യാസം, സ്വഭാവത്തിന്റെ വ്യത്യാസം. രണ്ടാമത്തെ മേഖല നമ്മുടെ വികാരങ്ങളിലെ, നമ്മുടെ ഇമോഷൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അത് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മെറ്റനോയ്യ എന്ന വാക്കാണ് മാനസാന്തരത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മാനസാന്തരം, അനുതാപം എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ കാണുന്ന പല വാക്കുകളും മെറ്റനോയ്യ എന്ന വാക്കിന്റെ പരിഭാഷയാണ്. ഹല്ലേലൂയ. ഈ ഭാഗത്തെല്ലാം നമുക്കത് കാണാനായിട്ട് കഴിയും. മെറ്റനോയ്യ എന്ന വാക്കിന് ഈ പറയുന്ന അനുതപിക്കുക, മാനസാന്തരപ്പെടുക, ദുഃഖിച്ച് കരയുക, ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. എന്നാൽ അതിനൊരർത്ഥം കൂടെ ഉണ്ട്, ടു ബി ബർഡൻഡ്, ഭാരമുള്ളവരാവുക, പാപത്തെക്കുറിച്ച് ഭാരമുള്ളവരാവുക. ഹല്ലേലൂയ, സ്തോത്രം. സിൻ എന്ന് പറഞ്ഞാൽ, പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാകുന്നുണ്ടോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്. നമ്മൾ ഈ വെള്ളത്തിൽ നീന്താനൊക്കെ അറിയാവുന്നവർക്ക് അത് പരിചയമായിരിക്കും. വെള്ളത്തിന് അകത്ത് ചെന്നിട്ട് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തിനകത്തായിരുന്നാൽ ആ ബക്കറ്റിലെ വെള്ളത്തിന് ഒരിക്കലും ഭാരമുണ്ടെന്ന് തോന്നത്തില്ല. കാരണം ആ ബക്കറ്റിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ വെള്ളത്തിനകത്ത് ഈ ബക്കറ്റ് മുക്കി വെച്ചിരിക്കുന്നിടത്തോളം നമ്മൾ പൊക്കിയാൽ അത് ഈസി ആയിട്ട് പൊങ്ങി പോരും. വെള്ളത്തിന്റെ സർഫേസിൽ എത്തുന്നത് വരെ അത് ഈസി ആയിട്ട്, ഓൾമോസ്റ്റ് സർഫേസിൽ എത്തുന്നത് വരെ ഈസി ആയിട്ട് ഇങ്ങനെ പോകും. ഒരു വയസ്സുള്ള കുഞ്ഞിനോടായാലും 20 ലിറ്റർ വെള്ളം കൊള്ളുന്ന ബക്കറ്റ് വെള്ളത്തിനകത്ത് ഇങ്ങനെ പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബോട്ടം, വെള്ളത്തിന്റെ ഏറ്റവും താഴെ ഇരിക്കുന്ന ബക്കറ്റ് അവൻ കൂളായിട്ട് പൊക്കും. പക്ഷെ എവിടം വരെ വരത്തുള്ളൂ? മാക്സിമം സർഫേസിൽ എത്തുന്നതിനടുത്ത് വരെ വരത്തുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അതിന് ഭാരം തോന്നും. ഹല്ലേലൂയ. ഇതുപോലെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മുൻപ് പാപം ഒരു സാധാരണ കാര്യം, ഭാരമില്ലാത്തൊരു വിഷയമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വന്നു. മാനസാന്തരപ്പെടുമ്പോൾ നമ്മുടെ ഇമോഷൻസിന് ഇപ്പോൾ അതിന്റെ നമുക്ക് ഒരു ഉദാഹരണം, മനസാക്ഷി ആക്റ്റീവായി മാറുക, ജീവനുള്ള ഒരു മനസാക്ഷി ഉണ്ടാവുക. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ കള്ളം പറഞ്ഞാൽ, ഒരാളുടെ കുറ്റം പറഞ്ഞാൽ, ഇവിടെ സന്നിഹിതനല്ലാത്ത ഒരാളുടെ കുറ്റം പറയരുതെന്ന ബോർഡ് എഴുതി വെച്ചിട്ട് അതിന്റെ താഴെ ഇരുന്ന് കുറ്റം പറഞ്ഞാലും, ചിലരുടെ വീടുകളിലൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇവിടെ തുപ്പരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നതിന്റെ താഴെ നോക്കിയാൽ ഏറ്റവും അധികം മുറുക്കി തുപ്പിയേക്കുന്ന അവിടെ ആയിരിക്കും. വേറെയും പല ബോർഡുകളും ഇതുപോലത്തെ ഉണ്ട്. ഞാൻ പൊതുവേദി ആയതുകൊണ്ട് പറയുന്നില്ല. അവിടെ തന്നെ എന്ത് ചെയ്യുന്ന ആ ബോർഡ് കാണാതാകുന്നത് വരെ അത് തന്നെ ചെയ്യും. ഇവിടെ ചവറിടരുതെന്നൊരു ബോർഡ് ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡ് മൂടുന്നത് വരെ ചവറിടും. പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു നാട്ടിലെ, കാരണം മനസാക്ഷിക്ക് ഒരു ഇല്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ IT പാസ്റ്റർ പറയുകയായിരുന്നു, നമ്മുടെ ഒരു വിഷയത്തിൽ പറയുകയായിരുന്നു, അദ്ദേഹത്തിന് പാട്ടിങ്ങനെ കേൾക്കുന്ന ഒരു ക്രൈസ് ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അതിനു വേണ്ടിയിട്ട് പാട്ട് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഒത്തിരി മാർഗങ്ങളുണ്ട്. പ്രത്യേകിച്ച്
IT മേഖലയിലൊക്കെ ഉള്ളവർക്ക് ഒരുപാട് നമ്മളൊന്നും അറിയാത്ത, ചിന്തിക്കാത്ത മാർഗങ്ങളുണ്ട്. പക്ഷെ ഒരു ദിവസം രക്ഷിക്കപ്പെട്ട കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിനൊരു അദ്ദേഹം പറഞ്ഞ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഖ്യയാണ് പറഞ്ഞത്. 30,000 40,000 അങ്ങനെ എന്തോ കളക്ഷൻസ് ഓഫ് സോങ്സ് ഉണ്ടായിരുന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ആയുസിൽ എല്ലാം കൂടെ മുറിയും തുമ്പുമൊക്കെ അത്രയും പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, എണ്ണം. എനിവേ അത്രയും കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ദിവസം ഇതെല്ലാം കോപ്പി റൈറ്റ്സ്, മോസ്റ്റ്ലി ഭൂരിഭാഗവും കോപ്പി റൈറ്റ്സ് ഉള്ളതാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, ഒരുപാട് പേര് അതിന്റെ പിന്നിൽ. ഓൾമോസ്റ്റ് 20K എന്ന് 20,000. ഞാൻ 40,000 എന്ന് പറഞ്ഞത് നേരെ ഇരട്ടിയായിപ്പോയി, തിരിച്ചെടുത്തു. 20,000 പാട്ടിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ, എന്നാലും ഞാൻ അത്രയും പാട്ട് കേട്ടിട്ടില്ല, ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അദ്ദേഹത്തിന് ഒരു ദിവസം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചിന്തയുണ്ടായി. ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, ഒരുപാട് പേര് അവര് സമയം മുടക്കിയിട്ടുണ്ട്, കാശ് മുടക്കിയിട്ടുണ്ട്, അവരുടെ കഴിവ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനെ ഇങ്ങനെ ഒരു ചെലവും ഇല്ലാതെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നൊരു ചിന്ത വരാനിടയായി. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഒറ്റ സ്ലോട്ടിൽ ഡിലീറ്റ് ഓൾ, എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം കോപ്പി റൈറ്റ്സ് ആൻഡ് പ്രൈസ് ഉള്ളത് വില കൊടുത്ത് മാത്രമേ വാങ്ങാറുള്ളൂ. ഒരു പക്ഷേ അത് അല്ലാതെ എടുക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും, ഡൗൺലോഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും അതിലേക്ക് പോകത്തില്ല. അത് കോപ്പി റൈറ്റ് ആൻഡ് പർച്ചേസ് ചെയ്യാനുള്ളതാണെങ്കിൽ വില കൊടുത്തേ വാങ്ങത്തുള്ളൂ, ഏത് കാര്യത്തിൽ. ഹല്ലേലൂയ. നോക്കുക, മാനസാന്തരപ്പെട്ടപ്പോൾ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 20,000 പാട്ട് ഡൗൺലോഡ് ചെയ്ത് ആസ്വദിച്ച് നടന്ന കാലത്തൊന്നും ഉണ്ടാകാത്ത അനുതാപം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ശരി തെറ്റിനെ കുറിച്ച് ചിന്തിച്ചു. ചിലര് അങ്ങനെ പരിശുദ്ധാത്മാവ് ഇടപെട്ടാലും സാത്താനെ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അത് ദൈവാത്മാവ് തരുന്ന ചിന്തയല്ല എന്ന് ചിന്തിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഞാൻ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിച്ചത്, മാനസാന്തരപ്പെടുമ്പോൾ ഇമോഷണൽ, വൈകാരിക മണ്ഡലങ്ങളിൽ നമുക്ക് മാറ്റമുണ്ടാകും. ഒരു ഭാരമുള്ളിൽ ഫീൽ ചെയ്യും. ഒരു തെറ്റ് ചെയ്താൽ, ഒരു കുറ്റം ചെയ്താൽ, ഒരു കള്ളം പറഞ്ഞാൽ മുമ്പിലത്തെ പോലല്ല, ഇപ്പോൾ ഒരു വേദന തോന്നും. ഞാനൊരു ദൈവ പൈതലാണ്, മാനസാന്തരപ്പെട്ട എനിക്ക് അത് പറ്റിയതല്ല എന്നുള്ള ചിന്തയുണ്ടാകും. ഇമോഷണൽ മേഖല. ഹല്ലേലൂയ. ആമേൻ. മൂന്നാമത്തേത്, നമ്മുടെ ഇച്ഛാശക്തിയോടുള്ള ബന്ധത്തിൽ, ആമേൻ, ഇൻ റിലേഷൻ വിത്ത് വിൽ, ഇച്ഛാശക്തിയോടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. എബ്രായ വാക്ക് വിൽ എന്നുള്ള ഷുബ്, ആമേൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, മാനസാന്തരത്തിന് ഷുബ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ടേൺ ബാക്ക് എന്നാണ്. ഹല്ലേലൂയ. പിന്തിരിയുക, പിന്തിരിയുക. അതാണ് മാനസാന്തരത്തിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ വാക്കിന്റെ അർത്ഥം. ടേൺ ബാക്ക്, പിന്തിരിയുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ എല്ലാം നമുക്ക് ലൂക്കോസ് 15:18 മുതൽ 20, 1 തെസ്സലോനിക്കർ 1:9, അപ്പോസ്തലപ്രവൃത്തി 20:18 ഇവിടെ എല്ലാം ആമേൻ ചിലതിൽ നിന്ന് പിന്തിരിഞ്ഞു വന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. ലൂക്കോസ് 15:18 മുതൽ 20 ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഉപമകളിൽ ഒന്നാണ്. ആ പുത്രൻ എന്ത് ചെയ്തു? അവൻ എഴുന്നേറ്റു. നിങ്ങൾ വിളിക്കുന്ന മുടിയൻ പുത്രനെ, ഇളയപുത്രൻ, പാവം മാനസാന്തരപ്പെട്ട അപ്പന്റെ വീടിനകത്ത് മോതിരം ഇട്ട്, ചെരുപ്പ് ഇട്ട്, നല്ല ഉടുപ്പ് ഇട്ട് ഇപ്പോഴും സന്തോഷമായിട്ട് കഴിയുക. എന്നിട്ടും നമ്മൾ ഇപ്പോഴും മുടിയൻ പുത്ര എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു കഷ്ടം. ചിലർക്ക് ഒരു പേരൊക്കെ ഒരിക്കൽ വീണ് കിട്ടിയാൽ പിന്നെ പോകത്തില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പേരൊന്നും സമ്പാദിക്കാതിരിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. ഏതായാലും അവൻ തിരിഞ്ഞു, അവൻ എഴുന്നേറ്റു, അപ്പന്റെ വീട്ടിലേക്ക് തിരിഞ്ഞു വന്നു. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിക്കർ 1:9, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. വിഗ്രഹങ്ങളെ വിട്ട് തിരിഞ്ഞു എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 26:18, ദൈവത്തിങ്കലേക്ക് തിരിക്കുന്നതിനാൽ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിങ്കലേക്ക് തിരിക്കുന്നതിനാൽ. അപ്പോൾ പാപങ്ങളിൽ നിന്ന് തിരിയുക, വിഗ്രഹാരാധന വിട്ട് തിരിയുക, ആമേൻ, അപ്പന്റെ ഭവനത്തിൽ നിന്ന് അകന്നുപോയതിൽ നിന്ന് തിരിഞ്ഞ് മടങ്ങി വരിക. ഇതെല്ലാം ആമേൻ വിൽ, നമ്മുടെ ഇച്ഛയോടുള്ള ബന്ധത്തിൽ. ഇവിടെ എല്ലാം എന്താ ആ പദം വിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്? നാം തീരുമാനമെടുക്കുകയാണ്. ഹല്ലേലൂയ. തിരിഞ്ഞു വരാൻ തീരുമാനമെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അകത്തൊരു തീരുമാനം, മാനസാന്തരപ്പെട്ട വ്യക്തിയുടെ അകത്ത് പരിശുദ്ധാത്മാവിനായി നമ്മെ പ്രേരിപ്പിക്കും, പ്രചോദിപ്പിക്കും. ഹല്ലേലൂയ. He will inspire. ആമേൻ. എന്നാൽ തീരുമാനമെടുക്കേണ്ടത് ഞാനാണ്, നമ്മളാണ്. അപ്പോൾ തീരുമാനത്തോടുള്ള ബന്ധത്തിൽ തെറ്റിനോട് നോ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയട്ടെ,
നിങ്ങൾ അടുത്ത സ്റ്റേജസിലേക്ക്, ലൈഫിന്റെ അടുത്ത സ്റ്റേജിലേക്കൊക്കെ ചെല്ലുമ്പോൾ ചിലയിടത്ത് നിങ്ങളെ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ലടാ ഒരു പ്രാവശ്യം എന്നൊക്കെ പറയുന്ന സാഹചര്യം, നോ എന്ന് ധൈര്യമായിട്ട് മടിയില്ലാതെ പറയാനുള്ള ധൈര്യം, ആർജവം നിങ്ങൾക്കുണ്ടാകണം. കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തു പറഞ്ഞെങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ അവിടെ ഈ അടുത്ത സമയത്ത് ദേവദാസൻ സെയിന്റ് അഗസ്റ്റീൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന മനുഷ്യന്റെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം മുൻപ് സ്ഥിരം പോയിരുന്ന വീട്ടിൽ അതുവഴി കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ തന്നെ വിളിക്കുമ്പോൾ, നോ, ആ പഴയ അഗസ്റ്റിൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ഒരാള് വിശദീകരിച്ചത് അദ്ദേഹം അവിടുന്ന് ഓടി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. നോ പറയേണ്ടടുത്ത് നോ. എന്നാൽ യെസ് പറയേണ്ട മേഖലകളിൽ ഛേദം വന്നാലും, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, നീതിക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാകുന്ന അനുഭവം. ഹല്ലേലൂയ. ഇച്ഛാശക്തിയോടുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. എങ്ങനെയാണ് മാനസാന്തരം സംഭവിക്കുന്നത്? ഹൗ ഡസ് റിപ്പന്റൻസ് ഹാപ്പൻ? ആമേൻ. അടിസ്ഥാനപരമായി മാനസാന്തരം ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ സമ്മാനമാണ്. ഹല്ലേലൂയ. ദൈവം ജാതികൾക്ക് രക്ഷയായി മാനസാന്തരം നൽകി എന്ന് കൊർന്നലിയോസിന്റെ വീട്ടിലെ പ്രസംഗ പശ്ചാത്തലമാണ് 10-ാം അധ്യായം. അതിന്റെ തുടർച്ചയാണ് 11-ാം അധ്യായത്തിൽ കാണുന്ന ആ പദപ്രയോഗം. ദൈവം ജാതികൾക്ക് രക്ഷയ്ക്കായി മാനസാന്തരം നൽകി. അപ്പോൾ ദൈവത്തിന്റെ സമ്മാനമാണ്, ഗിഫ്റ്റാണ് മാനസാന്തരം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഈ സമ്മാനം സ്വീകരിച്ചതിൽ സന്തുഷ്ടരാണ്? പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് മാനസാന്തരം എന്ന ഈ മനോഹരമായ സമ്മാനം, എന്റെ ജീവനെ രക്ഷിക്കുന്ന സമ്മാനം. മറ്റൊന്ന് ദൈവത്തിന്റെ ദയയാണ്, ഗോഡ്സ് ഫേവർ. ദൈവത്തിന്റെ ദയയാണ് മാനസാന്തരം. റോമർ 2:4 ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്ന് അറിയാതെ എന്നുള്ള പദം. അപ്പോൾ ദൈവത്തിന്റെ ദയ, ഗോഡ്സ് ഫേവർ. ഹല്ലേലൂയ. മാനസാന്തരം ദൈവത്തിന്റെ ദയയാണ്. ദൈവം നമ്മോട് കാണിച്ച ദയയാണ് മാനസാന്തരം. നമ്മളെക്കാൾ നല്ല മനുഷ്യരുണ്ടായിരുന്നിട്ടും ചിലർക്ക് അവസരം കിട്ടിയിട്ടില്ല. നമുക്ക് ദൈവത്തിന്റെ ദയ കിട്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുவோം എന്ന് പാടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി മാനസാന്തരം ഉണ്ടാകുന്ന മറ്റൊരു മേഖല, ആദ്യത്തെ രണ്ടും ദൈവത്തിന്റെ സമ്മാനമാണ്, ദൈവത്തിന്റെ ദയയാണ്. എന്നാൽ മൂന്നാമത് ദൈവം ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. ദൈവം താൻ സ്നേഹിക്കുന്നവരെ, സ്നേഹിക്കുന്ന മക്കളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. വെളിപ്പാട് 3:19 നമുക്ക് അങ്ങനെ കാണാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏറ്റവും ഒടുവിലത്തെ മേഖലയിലേക്ക് വേഗത്തിൽ വരികയാണ്. റിസൾട്ട്സ് ഓഫ് റിപ്പന്റൻസ്. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? മാനസാന്തരപ്പെടുന്നവർക്ക് എന്തൊക്കെ കിട്ടും? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ റിസൾട്ട്സ്, അതിന്റെ ഫലങ്ങൾ, അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണ്? മാനസാന്തരപ്പെടുന്നവരെ ചൊല്ലി സ്വർഗം സന്തോഷിക്കുന്നു. ഒരു പാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരുടെ ഇടയിൽ ഭയങ്കര ആഘോഷം നടക്കുകയാണ്, സെലിബ്രേഷൻ നടക്കുകയാണ്, ഫെസ്റ്റിവൽ നടക്കുകയാണ്. അപ്പോ നമ്മൾ മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ഉത്സവം നടക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് എന്നെ ചൊല്ലി അവിടെ ഒരു ഉത്സവം നടക്കട്ടെ എന്ന് പറഞ്ഞ് ആരും ചെന്ന് പാപം ചെയ്തിട്ട് പിന്നെ മാനസാന്തരപ്പെടാൻ നിൽക്കരുത്. ആ ആശയത്തിലല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം പാപം ക്ഷമിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് കുട്ടിയോട് സൺഡേ സ്കൂൾ ടീച്ചർ ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, പാപം ചെയ്യണം, എന്നാലേ ദൈവത്തിനെ ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ, പാപം ക്ഷമിക്കാൻ എന്ന് പറഞ്ഞതുപോലത്തെ മനോഭാവമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വർഗത്തിൽ വലിയ സന്തോഷം ഒരു പാപിയെ ചൊല്ലി, മാനസാന്തരപ്പെടുന്ന പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ദൂതന്മാരുടെ ഇടയിൽ ഭയങ്കര സെലിബ്രേഷൻ നടക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ മാനസാന്തരപ്പെടുമ്പോൾ പാപം മോചിക്കപ്പെടുന്നു, പാപക്ഷമ ലഭിക്കുന്നു. റെമിഷൻ ആൻഡ് ഫോർഗിവ്നെസ്. പാപമോചനം, പാപക്ഷമ മാനസാന്തരത്തിലൂടെയാണ് നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയുന്നത്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിന്, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം, ആത്മദാനം പ്രാപിക്കാൻ മാനസാന്തരം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് സായാഹ്നം നിർത്തുകയാണ്. മാനസാന്തരം എന്ന വിഷയത്തിന്റെ വിവിധമായ മേഖലകൾ, രക്ഷയോട് അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. രക്ഷയുടെ ആരംഭം തന്നെ മാനസാന്തരത്തിൽ നിന്നാണ്. രക്ഷ പിന്നാലെയാണ് വരുന്നത്. മാനസാന്തരപ്പെടുന്നവർക്കാണ് രക്ഷ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം നൽകിയ ഈ സമ്മാനത്തിന് നമുക്ക് നന്ദി പറയാം. ചില നേരങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ തന്നെയും ചില കാര്യങ്ങളിൽ മാനസാന്തരപ്പെടാനുള്ള വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. അതേതാണെന്ന് ഒരുപക്ഷെ നമുക്ക് അറിയാമായിരിക്കാം, ചിലത് ഇതുവരെ ബോധ്യം വന്നിട്ടില്ലായിരിക്കാം. അവിടെ ദൈവം ചാസ്റ്റൈസ് ചെയ്യാം, ഡിസിപ്ലിൻ ചെയ്യാം,
ഒരു മകനെ ശിക്ഷിക്കുന്നത് പോലെ, ശാസിക്കുന്നത് പോലെ അപ്പൻ നമ്മെ ശാസിച്ചെന്നിരിക്കും, ശിക്ഷിച്ചെന്നിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ചിലപ്പോൾ ചെറിയ രോഗങ്ങൾ മാനസാന്തരത്തിലേക്ക് നമ്മെ നയിക്കാനുള്ള ദൈവത്തിന്റെ ബോധം വരുത്തലാകാം, ശാസനയാകാം. ഹല്ലേലൂയ. ഏത് തന്നെ ആയാലും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മൾ മാനസാന്തരപ്പെട്ടു, രക്ഷാനുഭവം പ്രാപിച്ചവരാണ് എന്നിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ടും മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെട്ടിട്ട് ബോധം വരുത്തിയിട്ട് നിസ്സാരമായി വിട്ടുകളഞ്ഞ് മനസാക്ഷി ആ മേഖലയിൽ മരവിച്ചുപോയ അനുഭവം ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് കുറ്റമറ്റ മനസാക്ഷിയോടെ ശുദ്ധ മനസാക്ഷിയുള്ളവരായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. അനുതാപവും കരച്ചിലും മാനസാന്തരമല്ല, പക്ഷെ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയിൽ അതൊക്കെ ഉണ്ടാകുവാനിടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. അവൻ എന്തെങ്കിലും പ്രായശ്ചിത്തമൊക്കെ ചെയ്യുന്നത് മാനസാന്തരമല്ല, പക്ഷെ മാനസാന്തരപ്പെടുന്ന വ്യക്തി ചില മേഖലകളിൽ ചില പ്രായശ്ചിത്തങ്ങളൊക്കെ ചെയ്തെന്നിരിക്കും. ഹല്ലേലൂയ. ഇതെല്ലാം മാനസാന്തരത്തിന്റെ അനുബന്ധങ്ങളാണ്. മാനസാന്തരം അതിനെല്ലാം ഉപരിയാണ്. മാനസാന്തരപ്പെടുമ്പോൾ ആമേൻ നമ്മുടെ രക്ഷ ഉറപ്പുവരുത്തുകയാണ്, നാശത്തിൽ നിന്ന് തിരിയുകയാണ്, ജീവനിലേക്ക് തിരിയുകയാണ്, ദൈവത്തിലേക്ക് തിരിയുകയാണ്. സ്വർഗത്തിൽ അങ്ങനെയുള്ളവരെ ചൊല്ലി വലിയ സന്തോഷമുണ്ടാവുകയാണ്. ഈ സായാഹ്നം നാം കേട്ട എല്ലാ ആലോചനകൾക്കായും ദൈവശബ്ദത്തിനായും നമുക്ക് നന്ദി പറയാം. കർത്താവ് നൽകി തന്ന ആമേൻ ആഴമായ ദൈവവചന ദൂതുകൾക്കായി ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ആമേൻ ഈ സന്ദേശങ്ങൾ ആമേൻ ഇന്ന് കേൾക്കുക മാത്രമല്ല, കഴിയുമെങ്കിൽ നിങ്ങൾ വീണ്ടും, എനിക്കറിയാം ആമേൻ അല്പ വേഗതയിലൊക്കെയാണ് ചില മേഖലകൾ കടന്നുപോയത്, നിങ്ങൾ ഒന്നുകൂടെ കേൾക്കുകയും നോട്ട്സ് ഒക്കെ കുറിച്ചെടുക്കുകയും ചെയ്യുക. മാത്രമല്ല ഇത് ചിലരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കുക. ആമേൻ നാം പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ ജീവിതത്തിന്റെ സമൂലമായ രൂപാന്തരത്തിന്, സ്വഭാവം പൂർണ്ണമായും മാറുന്നതിന്, ആമേൻ ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിന് ഒക്കെ അത് കാരണമായി തീരാം. അതുകൊണ്ട് ഉത്സാഹിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നമുക്ക് ഈ സായാഹ്നം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ഇവിടെ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായല്ലോ. ആ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്കൊരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രവും മഹത്വവും അർപ്പിക്കാം. സേവ്യർ പാസ്റ്ററുടെ ആമേൻ അളിയന്റെ സർജറി ഒരുപക്ഷെ നാളെ നടത്താനായിട്ട് സാധ്യതയുണ്ട്. ആമേൻ. നമുക്ക് പൂർണ്ണമായ വിടുതലിനെ അല്പം ആമേൻ ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനാണ്. നിങ്ങൾ മെസ്സേജ് പലരും കേട്ടല്ലോ. ആമേൻ ലങ്സിലേക്ക് ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യുന്ന സർജറിയാണ്. ആമേൻ വളരെ ക്രിട്ടിക്കലായ ഒരു സർജറിയാണ്. ആമേൻ നമുക്ക് പൂർണ്ണമായ വിടുതൽ ദൈവം നൽകാനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്ന നിരവധി പേരുണ്ടല്ലോ, അവരെല്ലാവരെയും നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഹല്ലേലൂയ. നമ്മുടെ ആമേൻ സ്തോത്ര പ്രിയ ഷീല ആന്റി ആമേൻ ഓസ്ട്രേലിയയിലേക്ക് 10-ാം തീയതി യാത്ര ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ആന്റിയുടെ വിസ ലഭിച്ചിട്ടുണ്ട്. ഖത്തർ വഴിയാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ മകളുടെ അടുക്കലേക്ക് യാത്ര ചെയ്യാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ആമേൻ. അതിനായിട്ട് ദൈവം കൂടെ ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ദൈവമക്കളെയും ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആമേൻ നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ. സെൽവകുമാർ ബ്രദർ ആമേൻ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാവോ? ഹല്ലേലൂയ. Lord, hallelujah. Hallelujah, hallelujah. നന്ദിയോട് hallelujah. സ്തോത്രം അപ്പാ, സ്തോത്രം അപ്പാ, hallelujah. അപ്പാ, hallelujah, സ്തോത്രം, hallelujah, സ്തോത്രം, hallelujah. കടന്ന ഹല്യ സ്തോത്രം 1 മണിക്കൂർ hallelujah. ഞങ്ങൾക്ക് ഹല്യ സ്തോത്രം കർത്താവ് ഹല്യ ഞങ്ങളുടെ മുൻപിൽ നീട്ടിവെച്ച ഹല്യ സ്തോത്രം hallelujah. ഈ വലിയ സന്ദേശത്തിനായി നന്ദി അപ്പാ, hallelujah, സ്തോത്രം, hallelujah, സ്തോത്രം, hallelujah. ഇതുവരെ ഹല്യ സ്തോത്രം hallelujah കേട്ടതും ഹല്യ സ്തോത്രം അതിലും അധികമായി കർത്താവ് ഹല്യ സ്തോത്രം ഞങ്ങൾക്ക് ഹല്യ വിളമ്പിന് ഈ ഹല്ലേലൂയ സ്തോത്ര ഹല്യ അനുഗ്രഹത്തിനായി നന്ദി ഹല്യ സ്തോത്ര. ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഓരോ മേഖലയിലും ഹല്യ സ്തോത്ര ഹല്ലേലൂയ ഓരോ സ്ഥലത്ത് ഹല്യ സ്തോത്ര ഇത് അപ്ലൈ ചെയ്യുവാൻ ഹല്യ സ്തോത്ര ഇത് ഹല്യ സ്തോത്ര ഹല്ലേലൂയ സ്തോത്ര മറ്റുള്ളവർക്ക് ഹല്യ സ്തോത്ര ഒരു പ്രകാശമാകുവാനും കർത്താവ് കൃപ ചെയ്യണം അപ്പ ഹല്യ സ്തോത്ര. കർത്താവ് ഹല്യ സ്തോത്ര ഹല്ലേലൂയ അനേകർക്ക് ഹല്യ സ്തോത്ര ഹല്ലേലൂയ ഈ ഹല്യ സ്തോത്ര സൗകര്യങ്ങൾ ലഭിക്കാതിരിക്കുമ്പോഴും ഹല്യ സ്തോത്ര ഞങ്ങൾക്ക് അത് ഹല്യ സ്തോത്ര ലഭിച്ചു ഹല്യ സ്തോത്ര. കർത്താവ് ഞങ്ങൾക്ക് ഹല്യ സ്തോത്രം ഈ വചനങ്ങളെല്ലാം ഗ്രഹിക്കുവാനും ഹല്യ സ്തോത്രം പഠിക്കുവാനും ഹല്യ സ്തോത്രം കർത്താവ് ഞങ്ങൾക്ക് ഹല്യ സ്തോത്രം ഹല്യ കൃപ തോന്നി ഹല്യ സ്തോത്രം ഹല്യ തന്നുവല്ലോ. കർത്താവിന് മഹത്വം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ. ഇനിയും അധികമായി ഹല്യ സ്തോത്രം കർത്താവ് ഹല്യ സ്തോത്രം ദൈവദാസനെ എടുത്ത് ഹല്യ ഉപയോഗിക്കുവാൻ ഹല്യ സ്തോത്രം ഹല്യ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്യ സ്തോത്രം ഹല്ലേലൂയ അധികം പേരിൽ ഹല്യ സ്തോത്രം ഇത് ഹല്യ സ്തോത്രം എത്തുവാനും വളരുവാനും കർത്താവ് കൃപ ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്യ ഇവിടെ പറഞ്ഞ ഹല്യ സ്തോത്രം ഓരോ ഹല്യ സ്തോത്രം
പ്രാർത്ഥന വിഷയത്തിനും ഹല്യ സ്തോത്രം ഞങ്ങൾ വീണ്ടും ഹല്യ ഓർക്കുന്നു. ഹല്യ സ്തോത്രം പ്രത്യേകിച്ച് ഹല്യ സ്തോത്രം ആ ഹല്യ ഓപ്പറേഷൻ ചെയ്യുവാൻ പോകുന്ന ആ ഹല്യ സ്തോത്രം ഹല്യ സ്തോത്രം മകന് വേണ്ടി ഹല്യ സ്തോത്രം കർത്താവ് ഹല്യ സ്തോത്രം കൃപ ചെയ്യണം. ഹല്യ സ്തോത്രം ഹല്ലേലൂയ. എത്രയോ ഹല്യ സ്തോത്രം ഹല്യ ഹോസ്പിറ്റൽസ് ഹല്യ സ്തോത്രം മെഡിസിൻസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നല്ലോ. സുഖം നൽകുന്നത് ഹല്യ സ്തോത്രം സൗഖ്യം കൊടുക്കുന്നത് എന്റെ കർത്താവാണ്. ഹല്യ സ്തോത്രം ഹല്യ സ്തോത്രം ഹല്യ മറ്റ് ഹല്യ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഹല്യ വീണ്ടും ഹല്യ സ്തോത്രം ഹല്യ പിന്നെയും ഞങ്ങൾ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നെ അവിടുന്ന് ഹല്യ സ്തോത്രം ഹല്യ സൗഖ്യം വരുത്തണം. ഹല്യ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണം. ഹല്യ സ്തോത്രം ഈ ഹല്യ സ്തോത്രം രാത്രികാലം ഹല്യ സ്തോത്രം നിങ്ങളുടെ സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധി ഹല്യ സ്തോത്രം ഹല്യ ഞങ്ങളായിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. വീണ്ടും കണ്ടുമുട്ടുവോളം ഹല്യ സ്തോത്രം കർത്താവിന്റെ ഹല്യ സ്തോത്രം വലിയ സാന്നിധ്യം ഞങ്ങൾ ഓരോരുത്തരും കൂടെ ആയിരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. ഹല്യ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഹല്യ സ്തോത്രം. പ്രാർത്ഥന കേൾക്കണം ഞങ്ങളുടെ നല്ല പിതാവേ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കേൾക്കുകയും ഈ സായാഹ്നം അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയും ദൈവവചനാലോചനകളും നൽകി തരികയും ചെയ്തതിനായി നമ്മുടെ വലതു കരമുയർത്തി നന്ദി പറയാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമാറാകട്ടെ. ആമേൻ. അർക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന് എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് ഹല്ലേലൂയ പറഞ്ഞ് മഹിമയർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. ഹല്ലേലൂയ. 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 ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും വേഗത്തിൽ കർത്താവിന്റെ ഓരോ വാസിലൂടെ കാണാം. അവിടെ കാണാം.